ആത്യന്തികമായി മാറ്റം കൊണ്ടുവന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളാണ്. 57 EMS മുതൽ ഇന്ന് ഭരിക്കുന്ന പിണറായി വിജയൻ വരെയുള്ള ഗവൺമെൻറ്റുകളുടെ സംഭാവനകൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് പൊളിറ്റിക്സ് ആയാലും എവിടെയെങ്കിലും കാണണം ചെറുപ്പക്കാർ എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം അവനെ സമൂഹത്തിന് വേണം. പെൺകുട്ടികളൊക്കെ അവർക്ക് കപ്പാസിറ്റി ഉള്ളവരാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അവരുടെ ബാക്കിൽ നിന്നും ഭരിക്കാൻ അവസരം കൊടുക്കേണ്ട കാര്യമില്ല. അവർ തന്നെ അത് കൈകാര്യം ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകുക, അത്രയേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റുകാർ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവവിശ്വാസം എന്തുകൊണ്ടാണ് എപ്പോഴും ഒന്ന് മാറ്റി നിർത്തുന്നത്? കേരളത്തെ കേരളമാക്കുന്നത് ഇത്തരം ചില കാര്യങ്ങൾ കൂടിയാണ്. അപ്പം അന്ന് കയറി കഥപടച്ചത് കൊണ്ട് വെട്ട് കിട്ടിയില്ല. ഞാനപ്പം തർക്കിക്കാൻ പോയില്ല. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ 14,650 വോട്ടിന് ജയിച്ചു. ലീഡർഷിപ്പ് അൺഫിൽറ്റേഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എടുക്കേണ്ട ഒരു വ്യക്തി ആരാന്ന് വെച്ചാൽ നമ്മൾ പ്രശാന്തേട്ടനാണ്. പ്രശാന്തേട്ടാ, സ്വാഗതം. ശരിക്കും ലീഡർഷിപ്പ് അൺഫിൽറ്റേഡിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കുമായിരുന്നു. കാരണം മേയറായി, അത് കഴിഞ്ഞ് MLA ആയി, ജനങ്ങളുടെ ഇടയിൽ വളരെയധികം ഒരു വ്യത്യസ്തനായി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. വളരെ സൈലന്റ് ക്യാരക്ടറാണ് അല്ലേ? അത്യാവശ്യത്തിന് അല്ല, രാഷ്ട്രീയത്തിലോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മള് ഭയങ്കരമായിട്ട് ഇത്തിരി കൂടെ സംസാരിക്കും. അങ്ങനെയുണ്ടോ? രാഷ്ട്രീയത്തിന് അങ്ങനെ ഒരു മുഖമുണ്ടോ? അങ്ങനെ ഒരു മുഖവും ഉണ്ട്. നമ്മളങ്ങനെ ബഹളം കാണിച്ചു വരുന്ന ആളല്ല. അതെ, അതേ പറഞ്ഞ വ്യത്യസ്തനായ മുഖമാണ്. സൈലന്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനം. പക്ഷെ ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളതാണ്. ബഹളവും വിവാദവും അനാവശ്യമായി വേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ പൊതുരംഗത്ത് ഇടപെടുന്നു. അതിനകത്ത് കൂടുതൽ ബഹളവും ഓവർ സ്മാർട്ടും വിവാദങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ ഒരു ചിന്ത അതാണല്ലോ. വിവാദങ്ങൾ ഉണ്ടാക്കി പൊതുരംഗത്ത് നിൽക്കുക, ഫ്രെയിമിൽ നിൽക്കുക, മുൻപന്തിയിൽ നിൽക്കുക എന്നുള്ളതാണ് പലരും ആഗ്രഹിക്കുന്നത്. നമ്മളങ്ങനെയല്ല, തിരിച്ചാണ്, വ്യത്യസ്തമായിട്ടാണ്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ വരുന്ന സമയത്ത്, ആ ഒരു സമയത്താണ് ചേട്ടൻ മേയറായിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ആഘോഷിച്ചൊരു മേയറായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഈ പറയുന്ന പോലെ കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ സോഷ്യൽ മീഡിയ നന്നായിട്ട് അപ്പൊ ഒരു പേരൊക്കെ ചേർത്ത് തന്നല്ലോ, മേയർ ബ്രോ പേരൊക്കെ വന്നത് അങ്ങനെയാണ്. അപ്പൊ അത് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ പ്രളയ സമയത്ത് മറ്റൊക്കെ ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ്. യഥാർത്ഥത്തിൽ ആദ്യ പ്രളയം ഉണ്ടായപ്പോഴും തിരുവനന്തപുരം നഗരസഭയിൽ ഞങ്ങൾ നന്നായിട്ട് ഇടപെട്ടവരാണ്. പക്ഷെ അന്ന് ആരും ശ്രദ്ധിച്ചില്ല. അന്ന് നമ്മുടെ കളക്ടർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാവരും ഊന്നൽ കൊടുത്തത്. രണ്ടാമത്തെ സമയത്താണ്, വെള്ളപ്പൊക്ക സമയത്താണ് നഗരസഭ നടത്തിയ പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി വന്നത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഈ കുറേ ചെറുപ്പക്കാരെ കൂട്ടാനുള്ള പ്രവർത്തനം സോഷ്യൽ മീഡിയയെ പോസിറ്റീവായി യൂസ് ചെയ്തപ്പോഴാണ്. ആ പ്രളയ സമയത്ത് വോളണ്ടിയർമാരുടെ കൂട്ടായ്മ, നമ്മൾ പ്രളയ ദുരിതാശ്വാസ സാധനങ്ങൾ എത്തിക്കാനുള്ള പ്രവർത്തനം, ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ലൈവായിരുന്നു. അപ്പോൾ ആളുകൾക്കിടയിലുള്ള ഒരു വിശ്വാസ്യത ഉണ്ടാക്കുക, പെൺകുട്ടികൾ വരെ വോളണ്ടിയർമാരായിട്ട് വരിക, ധൈര്യത്തോടുകൂടി വരിക, സോഷ്യൽ മീഡിയയിൽ അവരുടെ അച്ഛനും അമ്മയും ഇത് കണ്ട് സന്തോഷം തോന്നുക, അഭിമാനിക്കുക. പെൺകുട്ടികളടക്കം രാത്രി അടക്കം വന്ന് നഗരസഭയിൽ ചുമടെടുക്കാൻ നിൽക്കുക. അപ്പൊ അങ്ങനെ ഒരു വലിയ അനുഭവം സോഷ്യൽ മീഡിയയുടെ പോസിറ്റീവ് ഭാഗം അന്ന് നമുക്ക് കിട്ടി. എനിക്ക് തോന്നുന്നത് മേയർ എന്ന് പറയുന്ന വ്യക്തി ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് തോന്നിയ ആദ്യത്തെ ഒരു ഇൻസിഡന്റ് ആയിരിക്കും അത്. അതെ, അപ്പൊ അവര് വന്നതുകൊണ്ട് നമ്മളും കൂടുതൽ സമയവും നഗരസഭയിലായിരുന്നു. രാത്രിയൊക്കെ നമ്മളും മേയറും നമ്മുടെ ഉദ്യോഗസ്ഥരും എല്ലാം അവിടെ തമ്പടിച്ചിരുന്നു. ഈ ചെറുപ്പക്കാർക്ക് ആവേശം, അവരുടെ കൂട്ടത്തിൽ നമ്മളും ചേർന്നു. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് അന്ന് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. ചെറുപ്പക്കാരുടെ ആവേശം കേൾക്കുന്ന സമയത്ത് അത് മാത്രമല്ല, ഒരു ചേഞ്ച് വന്നല്ലോ. ചെറുപ്പക്കാരെ ഒന്നും പൊതുപ്രവർത്തനത്തിന് കിട്ടൂല, സേവന പ്രവർത്തനത്തിന് കിട്ടില്ല, അവർക്ക് ആരോടും സഹതാപമൊന്നുമില്ല, കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല എന്നൊക്കെ ആയിരുന്നു വെപ്പ്. അതിനെ പൊളിച്ചടുക്കി യൂത്ത് വന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രതീതി നമുക്കുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. മറ്റൊന്ന്, അന്ന് ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ തിരുവനന്തപുരംകാരെ കുറിച്ച് നല്ല അഭിപ്രായമല്ലല്ലോ അങ്ങോട്ടൊക്കെയുള്ളത്. ആ ധാരണകളൊക്കെ മാറി, തെക്കൻ വടക്കൻ എന്നുള്ള ചർച്ച മാറി. തിരുവനന്തപുരം നഗരത്തെ എല്ലാവരും ശ്രദ്ധിച്ചു. ബാക്കിയുള്ളവരൊക്കെ പലരും ഒന്നും ചെയ്യാതിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ നഗരം ഉണർന്ന് കേരളം ഒട്ടാകെ കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു സ്ഥിതി വന്നു. മുഖ്യമന്ത്രി ക്യാമ്പ് സന്ദർശിക്കുന്നു, ആത്മീയ നേതാക്കന്മാർ അവിടെ വരുന്നു, ലീഡർഷിപ്പ് അവിടെ വരുന്നു. അപ്പോൾ എല്ലാവരും ഒരു ശ്രദ്ധ തിരുവനന്തപുരം നഗരത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥിതി വന്നു.
അതെ. അപ്പൊ അതാണ് അന്നത്തെ ഒരു വലിയ അനുഭവം. ആരാ ഈ മേയർ ബ്രോ എന്ന് അഡ്രസ് ചെയ്തിട്ടുള്ളത്? അല്ല, അത് ഈ നമ്മളെ കൂടെ കൂടിയ ചെറുപ്പക്കാരങ്ങ് വിളിച്ചതാണ്. അവരൊക്കെ ബ്രോ ബ്രോ എന്ന് വിളിച്ചിട്ടല്ലേ? വിളിച്ച് അതങ്ങ് ആയതാണ്. അല്ലാതെ നമ്മള് ബോധപൂർവ്വം ഉണ്ടാക്കിയൊന്നല്ല. അവര് ആ കൂട്ടായ്മയുടെ ഭാഗമായി അവരിങ്ങനെ വിളിച്ച് അങ്ങനെ ഒരു പേരിലേക്ക് വന്നതാണ്. അപ്പൊ കളക്ടർ ബ്രോക്ക് ശേഷം ഒരു മേയർ ബ്രോ വന്നു. അതും പ്രശാന്തായിരുന്നു. അല്ല, ശരിക്കും മേയർ ബ്രോ അല്ല ആദ്യം വന്നത്? അല്ല, ആദ്യം കളക്ടർ ബ്രോ ആണ് വന്നത്. ഓക്കെ. അപ്പൊ അതും പ്രശാന്ത് തന്നെയായിരുന്നു. രണ്ട് പ്രശാന്തകളായിരുന്നു. ഓക്കെ. എങ്ങനെയാണ് ഇനി രാഷ്ട്രീയം എന്ന് പറയുമ്പം, നമ്മള് ഓൾറെഡി തിരുവനന്തപുരത്തുകാരനാണ്, എങ്ങനെയാണ് രാഷ്ട്രീയത്തിലോട്ടൊക്കെ ഏത് വയസ്സ് മുതലായിരുന്നു? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്നു. സജീവമായ രംഗത്തൊന്നുമില്ല. വീട്ടിൽ അതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് എതിർപ്പുമായിരുന്നു. ഒരു ഉദ്യോഗസ്ഥനാകണം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ കോളേജിലേക്ക് ചെല്ലുമ്പോൾ നമ്മളവിടെ ക്ലാസ് റെപ്പായിട്ട് ആദ്യം മാറുന്നു. പിന്നെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയി മാറി. അങ്ങനെ പതുക്കെ മാഗസിൻ എഡിറ്റർ, കോളേജ് യൂണിയൻ ചെയർമാൻ തുടങ്ങിയിട്ടുള്ള രീതിയിലേക്ക് അങ്ങ് പോയി. പ്രസംഗത്തില് പുലിയായിരുന്നോ? അത്യാവശ്യം നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമായിരുന്നു. ഈ ക്ലാസ് റൂമുകളിലെ ക്യാമ്പയിനുകളിൽ നമ്മൾ പ്രസംഗിക്കുമായിരുന്നു. പഠിപ്പ് മുടക്ക്, സാധാരണ നമ്മൾ പഠിപ്പ് മുടക്കുന്ന എല്ലാവരും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങണം. നമ്മൾ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ക്ലാസ്സിൽ പോയി ഇന്നത്തെ പഠിപ്പ് മുടക്കിന്റെ വിഷയം ഇതാണ്, ഇത് കാരണമാണ്, അത് കുട്ടികളെ ബോധ്യപ്പെടുത്തുമായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായി ഒരു 5-10 മിനിറ്റ് ക്ലാസ്സിൽ സംസാരിച്ചിട്ടാണ് ഈ കാരണം കൊണ്ട് നമ്മൾ ഇന്ന് പഠിപ്പ് മുടക്കുകയാണ്, നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് എന്തുകൊണ്ട് ചെയ്യുന്നു. കാരണം സമരം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ആവേശമാണ്. ക്ലാസ്സില്ല, ആദ്യം തന്നെ കോളേജിൽ കയറുമ്പോ അതെ സമരമുണ്ടോ, പഠിപ്പ് മുടക്കിന്റെ വാർത്തയൊക്കെ വരുമ്പോൾ നമ്മൾ അതിന്റെ കട്ടിങ് എടുത്തോണ്ട് പോകും. ഇന്ന് ഇതാണ് നമ്മൾ അങ്ങോട്ട് പറയാം, പഠിപ്പ് മുടക്കി എന്തിനാ മുടക്കി. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളൊരു ഇടപെടൽ നടത്തി. അങ്ങനെയാണ് പ്രസംഗം വരുന്നത്. അതെ, അവിടെ നിന്ന് നമ്മളിങ്ങനെ പഠിച്ചു തുടങ്ങി. അതെ അതെ. ഡിഗ്രി ഏതിലായിരുന്നു? BA ഹിസ്റ്ററി ആയിരുന്നു. തേർഡ് ഗ്രൂപ്പ്. അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു. പ്രീ ഡിഗ്രി സെന്റ് സേവിയേഴ്സ് കോളേജിൽ തന്നെയാണ് പ്രീ ഡിഗ്രി ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഡിഗ്രിയും അവിടെ തന്നെ. LLB നമ്മുടെ ലാ അക്കാഡമി, ലാ കോളേജിലാണ്. LLB. അപ്പം നിയമവും വശമുണ്ട്, ഹിസ്റ്ററിയും വശമുണ്ട്. അതെ. എത്രത്തോളം അത് രാഷ്ട്രീയത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അല്ല, അത് ഈ പൊതുവിൽ ഇപ്പൊ ഞാൻ 21ാമത്തെ വയസ്സിൽ പഞ്ചായത്ത് മെമ്പറായി. കഴക്കൂട്ടം ഗ്രാമപഞ്ചായത്തിന്റെ 1ാം വാർഡ് മെമ്പറായി. ഏറ്റവും പ്രായം കുറഞ്ഞ മെമ്പറായിരുന്നു. അപ്പൊ അന്ന് LLB ആയി, പക്ഷെ എൻറോൾ ചെയ്തില്ല. പക്ഷെ ആ ഒരു LLB ഉള്ളത് ഭയങ്കര വെയിറ്റ് ആയിരുന്നു. ഇപ്പൊ ആ ഇരിക്കുന്നതിൽ ബേബി മെമ്പർ ആയിരുന്നു ഞാനെങ്കിലും എല്ലാരും ഒരു തീരുമാനം എടുക്കുമ്പോൾ വക്കീൽ എന്ത് പറയുന്നു ചോദിക്കും. അത് പ്രയോറിറ്റി അതൊരു നമുക്ക് ഏജ് കുറവാണെങ്കിലും ആ LLB ഉള്ളത് നമുക്കൊരു നല്ലതാ. കാരണം വിവരമുണ്ട് എന്നുള്ളൊരു ആ ഒരു സംഗതി അതിലും അത് തീർച്ചയായിട്ടും. അല്ല, ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയും 21 വയസ്സെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആ പ്രായം വളരെ ചെറിയൊരു പ്രായമാണ്. ആ സമയത്ത് നമുക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പോൾ വക്കീല് എന്നുള്ള ഒരു പ്രിവിലേജ് ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ഡിസിഷൻ എടുക്കാനൊക്കെ ഒരു ധൈര്യം ഒക്കെ വരണമല്ലോ. കോളേജ് അതിന് ഹെൽപ്ഫുൾ ആയിരുന്നിരിക്കും, എന്നിരുന്നാലും പബ്ലിക് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. അതെ, അല്ല നമ്മൾ നേരെ ഒന്നും മെമ്പർ ആയതല്ല, പാർട്ടി പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നല്ലോ. പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു, DYFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു, SFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചുമ്മാ നേരെ ഒന്നും കയറിയതല്ലോ. ആളുകളെ ഹാൻഡിൽ ചെയ്തോണ്ട് 8 വർഷത്തോളം ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഫീൽഡിലെ ഇഷ്യൂസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മെമ്പർ ആവുന്നതും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, 1ാം ക്ലാസ് മുതൽ പഠിച്ചിട്ടാണ് MLA ആയത്. പഞ്ചായത്ത് മെമ്പറായി, അത് കഴിഞ്ഞ് കൗൺസിലറായി, മേയറായി. അതിന്റെ അനുഭവം MLAയിലേക്ക് എത്തിച്ചു. മേയറായിരുന്നപ്പോഴും ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ട് അന്ന് ഞാനായിരുന്നു. 32 വയസ്സായിരുന്നു. ഭാര്യ വന്നപ്പോ അത് പോയി. പക്ഷെ എന്നാലും ഫസ്റ്റ് നമ്മള് ഹിസ്റ്ററി വെച്ചു. ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അതായത് നമ്മളിപ്പോ നിൽക്കുന്നത് കഫറ്റേരിയയിലാണ് കേട്ടോ. ടോയ് ആൻഡ് മോയ്, ഇത് നല്ല കോഫിയൊക്കെ കിട്ടുന്ന പറഞ്ഞ മോനെ കോഫി, എനിക്കൊരു ബ്ലാക്ക് കോഫി, ചായ. അവരോട് പറഞ്ഞിട്ട് അവർ നേരത്തെ തന്നെ നല്ല കോഫി തരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോയുടെ ഇടക്കാവ് എന്തായാലും ഒന്ന് ശരിക്കും. അപ്പൊ ആ സമയത്ത് ഇനി നമ്മൾ ഈ പറയുന്ന പോലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളെ മാറ്റിമറിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ സൗഹൃദങ്ങളൊക്കെ.
എങ്ങനെയാണ്? കാരണം ട്രിവാൻഡ്രംകാർ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ അപ്പുറത്ത് നോക്കുമ്പോൾ ട്രിവാൻഡ്രംകാർ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്, വേറൊരു കാറ്റഗറിയാണ്. ഇവിടുത്തെ സൗഹൃദങ്ങൾ എങ്ങനെയാണ് തിരുവനന്തപുരത്തിൻ്റെ? അല്ലാതെ തീർച്ചയായിട്ടും വലിയ സൗഹൃദ വലയമുണ്ട്. ഞാൻ കോർപ്പറേഷൻ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ അന്ന് എനിക്കാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത്. 3272 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ താഴെത്തട്ടിൽ നിന്ന് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് മറ്റ് രാഷ്ട്രീയക്കാരടക്കം വോട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ 3ാം സ്ഥാനത്താണ്. മേയറായി പ്രവർത്തിക്കുമ്പോഴാണ് 4ാമത്തെ വർഷം ഇവിടെ ഒരു ബൈ ഇലക്ഷൻ വരുന്നത് വട്ടിയൂർക്കാവ്. അന്ന് നമ്മുടെ വോട്ട് വിഹിതം 28,000 LDF 3ാം സ്ഥാനത്താണ്. അവിടെയാണ് മേയർ നിർത്തി പരീക്ഷണം നടത്തി 1ാം സ്ഥാനത്തേക്ക് വന്നു. അപ്പം അന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. നമ്മുടെ പാർട്ടി സംവിധാനത്തിന് നമ്മൾ തോക്കുമെന്ന് തന്നെയായിരുന്നു ഒരു വെരിഫിക്കേഷൻ, നമ്മളൊരു കണക്കെടുക്കുമല്ലോ. അപ്പം ഞാൻ മീഡിയാസിനോട് പറഞ്ഞു 7500-നും 15,000 വോട്ടിൻ്റെ എങ്കിലും ഭൂരിപക്ഷത്തിൽ ജയിക്കും. അപ്പം എന്നെ എൻ്റെ നേതാക്കന്മാർ വിളിച്ച് വഴക്ക് പറഞ്ഞു, എവിടെ നിന്ന് കിട്ടിയ കണക്ക് വെച്ചിട്ടാണ് ഈ കണക്കൊക്കെ പറഞ്ഞത്. ഞാനപ്പം തർക്കിക്കാൻ പോയില്ല. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ 14,650 വോട്ടിന് ജയിച്ചു. അടുത്ത ഇലക്ഷന് ഞാനത് പറഞ്ഞു, 15,000-നും 25,000-നും ഇടയ്ക്ക് ജയിക്കും. 21,000 സംതിങ് വോട്ടിന് ജയിച്ചു. അപ്പം അങ്ങനെ അത് ആളുകളുമായിട്ടൊരു ബന്ധപ്പെടാൻ, മേയറായിരുന്നതിൻ്റെ ഒരു ഇടപെടാൻ കഴിഞ്ഞതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അതാണ് അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. അതെ, പക്ഷെ അത് കറക്റ്റ് അതിൽ കുറുക്ക് കൊള്ളുകയും ചെയ്തു. അല്ല, എനിക്ക് തോന്നുന്നു ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് ഒരു പാർട്ടി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി വ്യക്തി രാഷ്ട്രീയത്തിലോട്ട് ആളുകൾ അട്രാക്റ്റഡ് ആവുക. ചില വ്യക്തികളിൽ മാത്രമാണ് രാഷ്ട്രീയം നോക്കാതെ വോട്ട് ചെയ്യണം എന്നുള്ളൊരു വിശ്വാസത്തിലോട്ട് വരിക. അങ്ങനെ ഒരു ട്രെൻഡ് ഇവിടെ വന്നു. അതുകൊണ്ടാണ് പലരും മാറി 28,000 65,000-ലേക്ക് മാറിയത്. അപ്പൊ അങ്ങനെ ഒരു നമ്മൾ ഇടപെടുന്നത് പോലെ ഇരിക്കും. അപ്പൊ നമ്മളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ അവിടെ ആളുകളെ എന്തെങ്കിലും സഹായിച്ചാൽ അതിന്റെ റിസൾട്ട് നമുക്ക് പിന്നീട് ഉണ്ടാവും. അപ്പൊ നമ്മൾ സാധനമൊന്നും കിട്ടിയില്ലെങ്കിലും അവർ നമ്മുടെ അടുത്ത് ഓടി വരും, അങ്ങിരുന്നപ്പോ ഇന്ന കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എന്നൊരു മനസ്സിലവരുടെ ഒരു സന്തോഷം അവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഫീല് ഞാനല്ല ആരായാലും ഉണ്ടാക്കണം. നമ്മളവിടെ കടിച്ചു തൂങ്ങി 5 കൊല്ലം ഇരുന്നിട്ട് ആളുടെ മുഖത്ത് നോക്കിയിട്ട് തിരികെയില്ല, പിന്നെ ആരും മെയിൻ ചെയ്യില്ല നമ്മളെ. അപ്പോൾ ഒരു സ്ഥാനം ലഭിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഇലക്ഷനിൽ ജയിച്ച കാര്യമൊക്കെ പറഞ്ഞു, ഇലക്ഷനിൽ തോറ്റിട്ടുണ്ടോ? ഇലക്ഷനിൽ ആദ്യം തോൽക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ് റപ്പായിട്ട് അല്ല, ക്ലാസ് റപ്പ് ജയിച്ചു. അടുത്ത മാഗസിൻ എഡിറ്ററായിട്ട് തോന്നുന്നു. അപ്പൊ എന്നോടൊപ്പം മത്സരിച്ചത് 3ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ്, ചേട്ടനാണ്. സ്വാഭാവികമായിട്ടും അവിടെ വോട്ട് അവർക്ക് കൂടുതൽ കിട്ടി. അപ്പൊ ഞാനന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് സെയിം കോളേജ് തന്നെയാണെങ്കിലും ന്യൂ കമർ എന്നുള്ള ഒരു സംഗതി വന്നു. അങ്ങനെ അപ്പൊ തോറ്റുപോയി. അന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു ജയിക്കുന്നത്? പ്രതീക്ഷയില്ലായിരുന്നു. അതൊരു KSUവിന്റെ ഒരു ക്യാമ്പസ് ആയിരുന്നു അത്, സെന്റ് സേവിയേഴ്സ് കോളേജ്. ഞങ്ങള് ഡിഗ്രി ബാച്ച് വന്നാണ് അത് പിടിക്കുന്നത്. അപ്പൊ അന്നൊരു 3-4 സീറ്റ് നഷ്ടപ്പെട്ടു. അതിലൊന്നും എന്റേതാണ്. പക്ഷെ നിരാശപ്പെട്ടില്ല. നമ്മൾ അടുത്ത തവണ കട്ടയ്ക്ക് നിന്ന്. അല്ല, തോൽക്കുമ്പോ നമുക്ക് ശരിക്കും സങ്കടം ഉണ്ടാവും ഇലക്ഷനിൽ? ജയവും തോൽവിയും ഒക്കെ ഇതിൽ പ്രതീക്ഷിച്ചേ പറ്റൂ. നമ്മളെല്ലാം ഇപ്പോഴും ആള് ജയിപ്പിക്കുമെന്ന് വിചാരിക്കാൻ പറ്റില്ല. അല്ല, ഇങ്ങനെ കുറ്റമൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അപ്പുറത്ത് കളിയൊക്കെ ചെയ്യും? അതൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യില്ലേ. അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ അതോടുകൂടി പിന്മാറുകയല്ലല്ലോ. ഞാനിപ്പോ അന്ന് തോറ്റുപോയി. നമ്മൾ പ്രവർത്തിച്ചു, ചെയർമാനായിട്ട് ഏതാണ്ട് 360 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. സെക്കൻഡ് ഇയർ അവിടെ ആ തോൽവി ഇവിടെ നമ്മൾ വിജയിച്ചു. അത്രേ ഉള്ളൂ. അല്ല, അത് പിന്നെ അത് നമ്മൾ വേണ്ട എന്ന് വെച്ച് പോകുന്നിടത്താണ് യഥാർത്ഥ തോൽവി. അതെ, നമ്മൾ വീണ്ടും പൊതുരംഗത്ത് നിൽക്കുക, ആളുകൾക്കിടയിൽ നിൽക്കുക. അപ്പൊ ആളുകൾക്ക് പുതിയ ആള് വരുമ്പോൾ മനസ്സിലാവും നേരത്തെ ഇരുന്ന ആള് മതിയായിരുന്നു. അല്ല, അതൊരു വലിയ കാര്യമാണ്. ഇപ്പം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സർക്കാർ, ഇപ്പം LDFന്റെ സർക്കാരിന്റെ കാര്യം പറയുകയാണെങ്കിൽ പോലും അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നു ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്നുള്ളതാണ്. അപ്പം അതിൽ എത്രത്തോളം ഈ പറയുന്ന പോലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ആ ഒരു വിശ്വസ്തത ഉണ്ടെന്നാണ് ചേട്ടന് തോന്നിയിട്ടില്ല? അല്ലാതെ ആദ്യത്തെ 2 പ്രളയവും നിപ്പയും ഓഖിയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെ ഒരു ഗവൺമെന്റ് അഡ്രസ് ചെയ്തു. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ ഒരു നല്ല പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കി, അത് തുടർച്ച ഉണ്ടാക്കി. പക്ഷെ തുടർച്ച വന്നപ്പോൾ സംഭവിച്ചത് ഒരു മാറ്റം കേരളത്തിൽ വന്നു. ഇപ്പോൾ സാധാരണ 5 വർഷം LDF ഓരോ കാര്യങ്ങൾ ചെയ്യും, അടുത്ത 5 വർഷം UDF വന്നു അവർ ചെയ്ത കാര്യങ്ങളെല്ലാം തകിടം മറിയും, ഇവർ കുറേ പുതിയ സാധനങ്ങൾ ചെയ്യും.
LDF വന്ന് അതിനെല്ലാം മാറ്റും. അങ്ങനെ ഒരു മാറ്റം, ഇങ്ങനെ ഒരു വികസനത്തിന് തുടർച്ചയില്ലാത്ത ഒരു സംസ്കാരം കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പൊ അതിന് മാറ്റം, വികസന തുടർച്ച വന്നു. അപ്പൊ LDF ആദ്യ 5 വർഷം പ്ലാൻ ചെയ്തത് ഇപ്പൊ പൂർത്തീകരിക്കാൻ പറ്റി. അതുകൊണ്ടാണ് വിഴിഞ്ഞം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് നാഷണൽ ഹൈവേ ഈ നിലയിൽ എത്താൻ പറ്റി കഴിഞ്ഞത്, പവർ ഗ്രിഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്, ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരേ നേതൃത്വത്തിന്റെ കീഴിൽ അവർ വിഭാവനം ചെയ്ത പദ്ധതികൾ ഏതാണ്ട് ഫുൾഫിൽ ചെയ്യാനുള്ള, പൂർത്തീകരിക്കാനുള്ള ഒരു കൃത്യം സംഗതി ഇവിടെ നടന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഈ തുടർഭരണം ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഈ നിലയിൽ പോവില്ല. നമ്മൾ വിഭാവനം ചെയ്ത കണക്കായിരിക്കില്ല അടുത്ത ആൾ വരുമ്പോൾ വിഭാവനം ചെയ്യുക. ഇപ്പൊ നമ്മൾ LDF ജനകീയ ആസൂത്രണം പദ്ധതി കൊണ്ടുവന്ന് അധികാരം താഴെത്തട്ടിലേക്ക് കൊണ്ടുവരും. ഉടനെ UDF വരുന്നു, അവർ അതിനെ മാറ്റിയിട്ട് വേറൊരു പേരിട്ട് വേറൊരു പദ്ധതിയിട്ട് അതിവേഗം ബഹദൂരം എന്നൊക്കെ പറഞ്ഞ് വേറൊരു രീതിയിൽ കൊണ്ടുപോകും. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു അന്തർസംഘർഷത്തിൽ പദ്ധതി തന്നെ ഇല്ലാതാവും, റിസൾട്ട് പൂജ്യമായി മാറും. അതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിന് മാറ്റം വന്നിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ ജനങ്ങള് ഇപ്പൊ യൂസ്ഡ് ആണ്. ഇപ്പം നമ്മള് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ദുരന്തങ്ങൾ വന്നിട്ടുണ്ട്, അതിനെല്ലാം നമ്മൾ ഓവർകം ചെയ്തു. ഇപ്പൊ നമ്മളെ അതൊന്നും എഫക്ട് ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ വെള്ളപ്പൊക്കം, കൊറോണ ഒന്നും നമ്മളെ എഫക്ട് ചെയ്യുന്നില്ല. ബിക്കോസ് അത് ഗവൺമെന്റ് അതിനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അല്ല, കേരളത്തിന്റെ ഒരു സ്ട്രാറ്റജി അതാണ്. നമ്മളൊരു അതിജീവനത്തിന്റെ ഒരു നല്ല എക്സാമ്പിളാണ് കേരളം. ഇപ്പോൾ പ്രളയവും വെള്ളപ്പൊക്കത്തിനെയും ഒക്കെ നമ്മൾ നേരിട്ടത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഇപ്പോൾ ഇവിടെ ഒരു LDF പൊളിറ്റിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സഹായമൊന്നും സെൻട്രൽ ഗവൺമെന്റ് തരുന്നില്ലല്ലോ. പക്ഷെ നമ്മളതിനെ ഓവർകം ചെയ്യുകയാണ്. നമ്മൾ നമ്മുടെ നികുതി വരുമാനം കൂട്ടിക്കൊണ്ടാണ് ഈ ക്ഷേമ പദ്ധതികളും വികസനവും ഒക്കെ നടപ്പാക്കുന്നത്. ഇപ്പൊ കിഫ്ബി നമുക്കെതിരെ കേസെടുത്തു, പക്ഷെ അതുള്ളത് കൊണ്ടാണ് ഞാനൊക്കെ ഇപ്പൊ ഞെളിഞ്ഞ് നടക്കുന്നത്. വട്ടിയൂർക്കാവിന്റെ വികസനം അടക്കം ഈ കിഫ്ബിയുടെ ഫണ്ടാണ്. ഒരുപാട് കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇപ്പൊ MLA എന്ന നിലയിൽ എനിക്ക് എത്ര കിട്ടും? പ്രതിവർഷം 5 കോടി രൂപ MLAയുടെ ആസ്തി വികസന ഫണ്ട്, 2 കോടി രൂപ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ട്, അങ്ങനെ 7 കോടി രൂപ. ഇത് വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് ബസ് സ്റ്റോപ്പൊക്കെ ചെയ്യാം, അതിൽ പേരൊക്കെ എഴുതി വയ്ക്കാം. എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രോജക്റ്റ് ഇപ്പൊ എടുക്കാൻ പറ്റി. ഇപ്പൊ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ പ്രോജക്റ്റ്, ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റ്, നമ്മൾ ഇതിനോടകം മുടക്കിയത് 541 കോടിയാണ് ലാൻഡ് അക്വിസിഷന് മാത്രം. റോഡിന് വേണ്ടി 74 കോടി. അതായത് 1800 കോടി രൂപ കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഈ മണ്ഡലത്തിൽ നമ്മൾ ചെലവാക്കുകയാണ് കിഫ്ബി വഴി. ഇതില്ലായിരുന്നെങ്കിൽ ഇത് എന്ത് ചെയ്യുമായിരുന്നു? അടുത്ത ഇലക്ഷൻ ഞാൻ ജയിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യുമെന്ന് വാഗ്ദാനം കൊടുക്കാം, അതേ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇത് ആ പറഞ്ഞ വാഗ്ദാനം ഇതുവഴി പ്രാവർത്തികമാക്കാൻ ഈ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞു. അതാണ് വ്യത്യാസം. അപ്പോൾ ഇപ്പൊ ഒരു മന്ത്രിയുടെ മണ്ഡലത്തിൽ ഒരു പക്ഷെ കുറച്ചുകൂടെ പൈസ ചെലവാക്കാം. ഒരു MLA മാത്രമായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും പൈസ ചെലവാക്കാൻ കഴിഞ്ഞത് ചെറിയൊരു കാര്യമല്ല. കിഫ്ബിയുടെ ഇനിയും പ്രവർത്തനങ്ങൾ ഇനി വരാൻ പോകുന്നതായിട്ടേ ഉള്ളൂ. അതെ, അപ്പൊ അത് കേരളത്തിന്റെ ഒരു പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കിയുള്ളത്. ലാൻഡ് അക്വിസിഷനുകൾ നടന്നു, അതും ആളുകൾക്ക് പരാതിയില്ല. ഇവിടെ തന്നെ നമ്മൾ ഏതാണ്ട് 36 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വരെയാണ് ഒരു സെന്റിന് കോമ്പൻസേഷൻ കൊടുത്തത്. അപ്പോൾ ഇവിടുത്തെ ഒരു മാർക്കറ്റ് വില എന്ന് പറയുന്നത് 15 ലക്ഷമാണ് പരമാവധി. അവിടെയാണ് ഇത്രയും അധികം കോമ്പൻസേഷൻ കൊടുത്തത്. അപ്പൊ ആളുകൾക്ക് സാറ്റിസ്ഫൈഡ് ആയി. പ്രശ്നങ്ങളില്ല, സമരങ്ങളില്ല, പിന്നെ ബോധപൂർവ്വം ചില പരാതികൾ. അവിടെയാണ് എപ്പോഴും എടുത്തു ചോദിക്കുന്നത്. ഇപ്പൊ നാഷണൽ ഹൈവേ വരുന്നു, അത് കേന്ദ്രത്തിന്റെ ഒരു പ്രൊജക്റ്റ് ആണ്. കേരളത്തിന്റെ എന്താണ് അതിൽ കേരളം ചെയ്യുന്ന ഒരു കാര്യം? ഈ ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നത് തന്നെ വലിയൊരു അല്ല, അതിലൊരു നമുക്കെതിരെയുള്ള ഒരു പ്രശ്നം അവിടെയാണ്. ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നാഷണൽ ഹൈവേ സ്ഥലമെടുക്കേണ്ടത്, നിർമ്മിക്കേണ്ടത്, പരിപാലിക്കേണ്ടത് എല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. പക്ഷെ കേരളത്തിന്റെ കാര്യം വരുമ്പോൾ എന്താ? കേരളത്തിൽ ഭൂമി വില കൂടുതലാണ് എന്നൊരു ന്യായം പറയുക. കേരളത്തെക്കാൾ ഭൂമി വില ചെന്നൈയിൽ കൂടുതലല്ലേ, മുംബൈയിൽ കൂടുതലല്ലേ, ഹൈദരാബാദിൽ കൂടുതലല്ലേ, ഡൽഹിയിൽ കൂടുതലല്ലേ? അവർക്കൊന്നും ഇല്ലാത്ത ഒരു സംഗതി ഇവിടെ വരികയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പണം കൊടുക്കേണ്ട സ്ഥിതി വന്നു. അവർ 25% അവസാനം എഗ്രിമെന്റ് ചെയ്തു. 6000 കോടി രൂപ നമ്മുടെ ഖജനാവിൽ നിന്നും കിഫ്ബി മുഖാന്തരം എടുത്ത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തോടും ഇത് കാണിച്ചിട്ടില്ല. അപ്പൊ ഇത് പറയുമ്പോൾ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. നമ്മുടെ വേറൊരു വികസനത്തിന് വേണ്ടി ചെയ്യേണ്ട പൈസ എടുത്തിട്ടാണ് NHAIക്ക് നമ്മൾ പൈസ കൊടുക്കേണ്ടി വന്നത്. ആ 6000 കോടി രൂപ നമുക്കിവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതൊരു അനീതിയാണ്, നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെ, തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ പറയേണ്ടത്. അതെ, അത് അങ്ങനെ ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുത്തത് കൊണ്ട് നാഷണൽ ഹൈവേ വന്നു.
നമ്മൾ ആ തുക കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നാൽ പിന്നെ ഇവിടെ ഹൈവേ വേണ്ടെന്ന് അവർ തീരുമാനിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത്തരമൊരു റോഡ് വരണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. കാരണം ഇപ്പൊ കേരളം വിട്ട് തമിഴ്നാട്ടിൽ പോയാൽ, ബംഗാൾ അല്ലെങ്കിൽ ആന്ധ്രയിൽ പോയാൽ നമ്മൾ പറയുന്നത് എന്താ, ഉഗ്രൻ റോഡ്, എക്സ്പ്രസ് ഹൈവേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറിച്ച് തന്നെ കുറ്റം പറയും. കേരളത്തില് ചെറിയ ഇടുങ്ങിയ റോഡാണ്. അതിനൊരു മാറ്റം വരുത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചതുകൊണ്ടാണ് ഈ പൈസ കൊടുക്കേണ്ടി വന്നത്. ഇല്ലെങ്കിൽ അത് വരില്ല. കേരളം വിട്ട് കഴിഞ്ഞാൽ വലിയ റോഡ്, കേരളത്തിൽ വരുമ്പോൾ ചെറിയ റോഡ്, അതും കുഴപ്പമായി കിടക്കുന്നു എന്നുള്ള ഒരു ചർച്ചയാണ്. അപ്പൊ അത് മാറിയല്ലോ. അപ്പൊ അവിടെ പൊളിഞ്ഞു വീണ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൺസ്ട്രക്ഷന്റെ അപാകതകളാണ്. അതും കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളല്ല. അല്ല, അതും NHAI ആണല്ലോ അതിന്റെ നിർമ്മാണവും എല്ലാം ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ടും 14 റീച്ചുകളുടെ പണി ഒരുമിച്ച് നടക്കുമ്പോൾ മേൽനോട്ടത്തിൽ പിശകുകൾ സംഭവിക്കും. അതാണ് ഇപ്പൊ കണ്ടത്. ഇതെന്നേ ചെയ്യേണ്ടതായിരുന്നു. അന്നത്തെ ഗവൺമെന്റുകൾ ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നെങ്കിൽ ഈ കിടന്ന് ഒരുമിച്ചിട്ട് പിടിക്കേണ്ടി വരില്ല. ഘട്ടം ഘട്ടമായി ഇപ്പൊ പൂർത്തീകരിച്ചല്ലേ. നമ്മള് ഇത്തരം ഒരു ഇനിഷ്യേറ്റീവ് എടുത്തപ്പോൾ ഒരുമിച്ച് പണം മുടക്കി ഒരുമിച്ച് പണി നടക്കുന്നു. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. മൂന്നാം സർക്കാർ വരും എന്നുള്ളതിൽ എത്രത്തോളം കോൺഫിഡന്റ് ആണ്? അല്ലേ, അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ചോദിക്കാൻ കാരണം തദ്ദേശ ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കും. തദ്ദേശ ഇലക്ഷൻ നമ്മളെപ്പോഴും എനിക്ക് തോന്നുന്നത് തദ്ദേശ ഇലക്ഷനിൽ സ്വാഭാവികമായിട്ടും വ്യക്തി രാഷ്ട്രീയത്തിന് ഭയങ്കരമായി പങ്കുണ്ട്. ഈ പറയുന്നത് പോലെ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളിൽ പാർട്ടി എന്നതിൽ മാറി വ്യക്തി രാഷ്ട്രീയത്തിൽ ഇത്തിരി കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് നിയമസഭാ ഇലക്ഷൻ. മൂന്നാം ഗവൺമെന്റ് വരുമെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, വികസന തുടർച്ച കേരളത്തിൽ സംഭവിച്ചു, മാറ്റം വന്നു. ഇപ്പോൾ കേരളത്തെക്കുറിച്ച് നമ്മൾ കുറ്റം പറയുന്നത് ഇവിടെ വ്യവസായം പാടില്ല എന്നാണ്. ഇപ്പൊ എന്താ ചിത്രം? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമുക്ക് 1ാം റാങ്ക്, അതും 1 മിനിറ്റ് കൊണ്ട് തന്നെ. സ്റ്റാർട്ടപ്പുകൾ നമുക്ക് 1ാം സ്ഥാനം, ഇന്റർനെറ്റ് എന്താണ് നമ്മുടെ അവകാശമാക്കി മാറ്റിയ സംസ്ഥാനം, വ്യവസായ 27ഓളം PSUകൾ ലാഭത്തിൽ. അപ്പോൾ കേരളത്തെക്കുറിച്ചുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇവിടെ വ്യവസായം വരും, ഇവിടെ സ്റ്റാർട്ടപ്പുകൾ വരും എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് ന്യായമായ പല വിഹിതവും തരുന്നില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ? പെൻഷൻ വർദ്ധിപ്പിച്ചു, മറ്റു പല ആനുകൂല്യങ്ങളും കൊടുത്തു. ഇന്ത്യയിലെ മറ്റു പല ഗവൺമെന്റുകളും കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇത്രയും ലക്ഷം ആളുകൾക്ക് കഴിഞ്ഞ 9 വർഷം കൊണ്ട് 84,000 കോടി രൂപ ആളുകൾക്ക് ക്ഷേമ പരിപാടികൾക്ക് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏത് ഗവൺമെന്റ് കൊടുക്കും? നമ്മളെക്കാൾ വരുമാനമുള്ള എത്രയോ നാടുണ്ട്. പഞ്ചാബോ UPയോ ഇന്ത്യയിലെ ഗുജറാത്തോ പോലുള്ള ഇന്ത്യയിലെ സമ്പന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവർ കൊടുക്കുന്നില്ലല്ലോ. പേരിന് കുറച്ച് പേർക്ക് കൊടുക്കുന്നുണ്ടാവും. ഇത്രയും പേർക്ക് കൃത്യമായ അക്കൗണ്ട് വഴി അവരുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം തുക കൊടുക്കുന്ന സംസ്ഥാനം വേറെ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പൊ അതുകൊണ്ട് ഭരണ തുടർച്ച വരും. ഇപ്പൊ ഉണ്ടായ വിവാദങ്ങളൊന്നും ബാധിക്കില്ല, അത് താൽക്കാലികമാണ്. ഇപ്പൊ അതാണ് പറഞ്ഞത്, ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റുപോയെങ്കിലും വോട്ട് ഷെയർ പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ ഇമ്പ്രൂവ്മെന്റ് ആണ്. ഈ വട്ടിയൂർക്കാവിൽ പോലും നമുക്ക് കുറെ സീറ്റുകൾ നഷ്ടപ്പെട്ടു, LDF നഷ്ടപ്പെട്ടു. പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനേക്കാൾ നമുക്ക് വോട്ട് വിഹിതം വർദ്ധിച്ചു. BJPയും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം 2000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. അവർക്ക് സീറ്റുകൾ കൂടുതൽ കിട്ടുന്ന അവസരത്തിലും ഈ നിലയിലേക്ക് നമുക്ക് നിൽക്കാൻ വേണ്ടി അതൊരു രാഷ്ട്രീയ സൂചനയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും തുടർ ഭരണത്തിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള ജനങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ആ മാറ്റത്തിലോട്ട് കൊണ്ടുവരാം. ഇനിയിപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തിയിട്ട് പ്രശാന്തേട്ടൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ്? കാരണം രാഷ്ട്രീയം അല്ലാതെ വേറെ എന്തെങ്കിലും പാഷൻസ് ഉണ്ടോ? അല്ല, പൊതുപ്രവർത്തനം തന്നെയാണ് നമ്മുടെ പ്രധാനം. പിന്നെ മേയറാവുന്നതിന് മുമ്പ് മര്യാദയ്ക്ക് വക്കീൽ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരുന്നതാണ്. ക്രിമിനൽ വക്കീൽ അങ്ങനെയുണ്ടല്ലോ, നമുക്ക് എല്ലാ കേസുകളും എടുക്കും. അതിപ്പോ നമ്മളിപ്പം വക്കീൽ പ്രൊഫഷനിൽ തുടക്കക്കാരനായിരുന്നു, ഒരു പ്രാഗൽഭ്യമുള്ള വക്കീലെന്ന് പറയാം. പക്ഷെ എൻ്റെ അടുത്ത് ഒരുപാട് കേസുണ്ടായിരുന്നു. ഞാനിത് മേയറാകുന്ന സമയത്ത് എനിക്ക് ഒരു 300ഓളം ഫയൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 10,000 രൂപ പ്രതിമാസം കിട്ടാൻ പറ്റുന്ന ഫയലുകളാണ് അതല്ല. അപ്പോ കുറച്ച് അത് നമ്മുടെ പബ്ലിക് ബന്ധം വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളൊരു പൊതുരംഗത്ത് നിൽക്കുന്ന ആള് സ്വാഭാവികമായിട്ട് അറിയുന്ന ആൾക്കേ കേസ് കൊടുക്കുള്ളൂ. അപ്പൊ നാളെ നമ്മൾ MLA അല്ലെങ്കിൽ നമ്മൾ വക്കീൽ പണിക്ക് പോകും, അത്രേ ഉള്ളൂ. നമുക്ക് എങ്ങനെയാണെങ്കിലും ജീവിക്കാം. അതുകൊണ്ട് ഇതിൽ തന്നെ MLA ആയില്ലെങ്കിൽ എനിക്ക് ഇതെല്ലാം പോയൊന്നും എനിക്ക് ചിന്തയൊന്നുമില്ല. അതുകൊണ്ട് നാളെ വെട്ടിയിരിക്കേണ്ടി വന്നാൽ വക്കീൽ പണിക്ക് പോകും, അത്ര വക്കീൽ പണിക്ക് പോകും. അല്ല, അത് രാഷ്ട്രീയത്തിൽ എപ്പോഴും അങ്ങനെയൊരു
കാര്യം ഉണ്ടാവുമ്പോഴാണല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പലപ്പോഴും പറയും രാഷ്ട്രീയക്കാരന് എപ്പോഴും ഒരു തൊഴിൽ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് പറയും. നമ്മുടെ പല ആളുകളും തിരിച്ചാണ് പറയുന്നത്, എന്താ ജോലി, അത് പൊതുപ്രവർത്തനമാണോ? അപ്പൊ അതിന്റെ ആവശ്യമില്ല, നമ്മുടെ ജോലിയല്ലേ ഇത്, അത് നമ്മുടെ ഒരു പാഷന്റെ ഭാഗമായി താല്പര്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതെല്ലാം ഇപ്പോഴും കിട്ടണമെന്നില്ല. അപ്പൊ നമ്മളൊക്കെ അപ്രതീക്ഷിതമായി ഇപ്പൊ ഞാൻ മേയറാവുമെന്ന് വിചാരിച്ചിട്ടല്ല മത്സരിക്കുന്നത്. പക്ഷെ LDF ഒരു തീരുമാനമെടുത്ത് ഒരു പുതിയ ആളിനെ കൊണ്ടുവന്നതാണ്, അങ്ങനെ വന്നതാണ്. അത് നാളെ പോയേക്കാം. അപ്പൊ അതിൽ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല, നമ്മളെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാത്രേ ഉള്ളൂ. അല്ല, പഠിക്കുന്ന സമയത്ത് വേറെ ആക്ടിവിറ്റീസ്, ആർട്സ്, സ്പോർട്സ് ഇല്ല, അത് ഉണ്ട്, താല്പര്യമുള്ളത് തന്നെയാണ്. കൂടുതലും സംഘാടനമാണ് നമ്മുടെ പ്രധാന തൊഴിൽ. അപ്പോൾ ഇപ്പൊ കലോത്സവങ്ങൾ സംഘടിപ്പിക്കുക, കായികമേളകൾ സംഘടിപ്പിക്കുക, അതിപ്പോഴും MLA ഇരിക്കുമ്പോഴും അങ്ങനെ. ഇപ്പൊ നമ്മുടെ കലോത്സവമൊക്കെ സംഘടിപ്പിക്കുന്ന സ്വാഭാവികമായിട്ടും വീഡിയോ കിട്ടുമല്ലോ, അടി ഉണ്ടാവില്ലേ? അത് നമ്മളാണ് കൂടുതൽ അങ്ങോട്ട് കൊടുക്കുന്നത്, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾക്കിപ്പോ ഒരു കലോത്സവം വരുന്നുണ്ടേ. അപ്പം ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കലോത്സവം. അതായത് നമ്മൾ സ്കൂൾ, കോളേജൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ ഒരു കല. അപ്പൊ ആ കലോത്സവത്തിന്റെ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ആദ്യം പറയുന്ന കാര്യമാണ് കലോത്സവം എന്ന് പറഞ്ഞാൽ അടി ഉറപ്പാണ് എന്നുള്ളതാണ്. അത് ചിലപ്പോഴൊക്കെ ക്യാമ്പസിലൊക്കെ അത് സംഭവിക്കും. നമ്മുടെ പ്രധാനപ്പെട്ട റോൾ എന്താ, അപ്പൊ നമ്മൾ സംഘാടകരായി നിൽക്കുമ്പോൾ അത്യാവശ്യം ഇതൊക്കെ എല്ലാം ഒഴിവാക്കാൻ നോക്കും. പിന്നെ അനുസരിക്കാത്തവർക്ക് ചിലപ്പോൾ കണ്ടു കൊടുക്കേണ്ടി വരും. നമ്മൾ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ മിടുക്ക്. അതെ, അടി ഉണ്ടാക്കി അലമ്പാക്കിയ പിന്നെ സംഘാടനം എന്താ? അടി നടത്തണ്ട, അടി നടന്നോളും തന്നെ അല്ലേ? അത് പരിപാടി നടത്തണം. അതെ, അതിനൊരു കോട്ടവും വരരുത്. അതിന് വികാരമായി നിൽക്കുന്നവരെ കൈകാര്യം ചെയ്യേണ്ടി വരും ചിലപ്പോൾ. പക്ഷെ അത് പരിപാടിയെ അലമ്പാക്കിയിട്ട് അടി കൊടുത്തോണ്ടിരുന്ന അല്ല, രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോഴേ സ്വാഭാവികമായിട്ട് അടി കിട്ടിയെന്ന് പറയും. നല്ല പോലീസുകാരെന്ന് അടിയിട്ട, അങ്ങനെ ലാത്തി ചാർജ് അതൊക്കെ കിട്ടിയിട്ടുണ്ട്, ജയിലിലും കിടന്നിട്ടുണ്ട്. ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്തായിരുന്നു കേസ്? എല്ലാം സമരമാണ്. വക്കീലിനിറക്കാൻ ആരാ വക്കീൽ വന്നേ? സ്വാശ്രയ സമരത്തിൽ പങ്കെടുത്താണ് അന്ന് സമരം ചെയ്തത്. അന്ന് 32ഓളം വിദ്യാർത്ഥികളുമായിട്ട് നേതാവെന്ന നിലയിൽ ഞാനും ഉണ്ട് ജയിലില്. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മളൊരു പൊതുരംഗത്ത് നിൽക്കുമ്പോൾ എല്ലാത്തിനെയും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഗുണ്ട ആക്രമണം നേരിട്ടിട്ടുണ്ട്, വീട്ടിൽ അക്രമം നേരിട്ടിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ടുണ്ടോ? വീട്ടിൽ വന്നു. അവര് എൻ്റെ ഒരു സുഹൃത്ത് പുറത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു ഡൗട്ട് തോന്നി. അപ്പൊ ആ സുഹൃത്തുമായിട്ട് സംസാരിച്ചിട്ട് ഇപ്പൊ വന്ന് വീട്ടിൽ കയറിയതേ ഉള്ളൂ. അങ്ങനെ ഒരു ഡൗട്ട് സ്കെച്ചിട്ടതാണ്. അപ്പൊ അന്ന് കയറി കഥ പടച്ചത് കൊണ്ട് വെട്ട് കിട്ടിയില്ല. ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് വെട്ട. അതെ അതെ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. ഈ ശത്രുവിനെ എപ്പോഴും കൈ കിട്ടിയിട്ടുണ്ടോ, വെട്ടാനും കുത്താനൊക്കെ നടക്കുന്നവരെ? അല്ല, അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരെ ഒരു കൈ കൊടുത്തു പോകുക എന്നുള്ളത്, പിന്നെ നമ്മള് പ്രതികാരവും വെച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. അല്ല, രാഷ്ട്രീയത്തിൽ എപ്പോഴും എനിക്ക് തോന്നുന്നു വീട്ടുകാരൊക്കെ രാഷ്ട്രീയത്തിലോട്ട് കുട്ടികളെ വിടാനായിട്ട് മടിക്കുന്നത് ഒരു പക്ഷെ ഇതുപോലത്തെ പ്രതികരണങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. തീർച്ചയായിട്ടും അതൊരു പ്രശ്നമാണ്. കാരണം ഈ ഇന്നത്തെ രക്ഷകർത്താക്കൾ ആരും ഇതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കുന്നവർ. എൻ്റെ അച്ഛനും അമ്മയും രാഷ്ട്രീയത്തിൽ പോകുന്നതിന് ഒട്ടും താല്പര്യമില്ല. നമ്മൾ അങ്ങ് പോയതാണ്. അവർക്ക് ഞാനൊരു ഉദ്യോഗസ്ഥനായി മാറണം, അതൊക്കെയാണല്ലോ അവരുടെ പൊതുവിൽ നമ്മുടെ രക്ഷകർത്താക്കളുടെ ഒരു ചിന്ത അങ്ങനെയായിരിക്കും. അപ്പോൾ അത് അക്രമം വിദ്യാർത്ഥികളിലേക്ക് വരാൻ പ്രശ്നമുണ്ടാക്കും. കലാലയ രാഷ്ട്രീയത്തിനെതിരെ എന്ന് അച്ഛനും അമ്മയും ചിന്തിക്കുന്ന സ്ഥിതി വന്നു. ഫലമായി സംഭവിക്കുന്നത് എന്താ, യൂത്തിനെ നമുക്ക് കിട്ടാത്ത സ്ഥിതി വരികയാണ്. അപ്പോൾ അവർ സീരിയസ് ആയിട്ട് രാഷ്ട്രീയം പറയുന്നില്ല, അല്ലെങ്കിൽ വാർത്തകൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അത് സമൂഹത്തിനാണ് ആത്യന്തികമായ ദോഷം ഉണ്ടാക്കുക. രാഷ്ട്രീയം പൊതുസമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കി ഇടപെടുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള തലമുറ ഇല്ലാതായി വരുന്നത് ഭാവിക്ക് വലിയ ദോഷമാണ്. ഏത് പൊളിറ്റിക്സിലായാലും എവിടെയെങ്കിലും കാണണം ചെറുപ്പക്കാർ എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം അവനെ സമൂഹത്തിന് വേണം. അവർ നാട്ടിലില്ല എങ്കിൽ പിന്നെ എങ്ങനെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റും? അപ്പോൾ രാഷ്ട്രീയത്തിലും ക്വാളിറ്റിയുള്ള ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും വരണം, ഇല്ലെങ്കിലാണ് കുഴപ്പം വരുന്നത്. ഇപ്പം നല്ല വിദ്യാഭ്യാസമുള്ള ക്വാളിറ്റിയുള്ള കുട്ടികൾ പൊതുരംഗത്തേക്കും രാഷ്ട്രീയത്തിലേക്കും വന്നില്ലെങ്കിൽ അതില്ലാത്തവരവിടെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ എല്ലാ മേഖലയിലും വരണം. അപ്പോഴാണ് പറയുമ്പോ അവരവിടെ നിന്ന് നോക്കുന്നുണ്ട്, രാഷ്ട്രീയത്തിലിട്ട് വരണം. അല്ല, ഇപ്പോ ശരിക്കും അന്ന് മേയർ ബ്രോ എന്ന് പറഞ്ഞ ആ ഒരു ക്യാമ്പയിൻ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ യുവാക്കളുടെ ഇടയിൽ, യുവതികളുടെ ഇടയിൽ പൊളിറ്റിക്സിലോട്ട് വരണം, അല്ലെങ്കിൽ അത് നല്ലതാണെന്നൊരു ഫീൽ ഉണ്ടാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ. അത്തരത്തിൽ സോഷ്യൽ മീഡിയനെ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ലേ നെക്സ്റ്റ് ജനറേഷൻ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പൊളിറ്റിക്സിനെ? തീർച്ചയായിട്ടും പറ്റും.
കാരണം നമ്മുടെയൊക്കെ സമയത്ത് അങ്ങനെയാണ് ശ്രമിച്ചത്. ഇപ്പോൾ ഒരു ക്ലാസ് മുറിയിൽ ചെന്ന് നമ്മൾ പ്രസംഗിക്കുമ്പോൾ അവിടെ നമ്മളെ ഇഷ്ടപ്പെടാത്തവരും നമുക്കെതിരായിട്ട് നിൽക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ. അവനെയും നമ്മൾ പ്രസംഗത്തിലൂടെ ഇത് കേൾപ്പിക്കുകയാണ്. സ്വാശ്രയ കോളേജ് വന്നാൽ ഇതാണ് കുഴപ്പം, നമ്മൾ ഫീസ് കൊടുക്കേണ്ടി വരും, ഇപ്പോൾ നമ്മൾ ഫീസില്ലാതെ പഠിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബോധ്യത്തിലേക്ക് കുട്ടികളെ പഠിപ്പിക്കണം. അത് മറ്റ് പ്രസ്ഥാനങ്ങളായാലും അവരുടെ ആശയങ്ങളും എന്താണ് ഇവർ പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്ന സമയത്തേ പറ്റൂ. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാൻ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾ ശ്രമിക്കണം. ചുമ്മാ തല്ലുകൂടിയിട്ട് അച്ഛനമ്മയും കൊണ്ട് കുട്ടികളെ കോളേജ് വിടാതിരിക്കുന്ന സ്ഥിതി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിനൊരു ആശയതലത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകണം. അതാണ് അതിനെ സംബന്ധിച്ചത്. തീർച്ചയായിട്ടും. ഇപ്പം പല നേതാക്കന്മാരും നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ലോക നേതാക്കളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തി ആരാണ്? നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഉള്ളൊരു വ്യക്തി? അല്ല, ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായി വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ നേതാക്കന്മാരെ ആയിരിക്കുമല്ലോ നമുക്ക് കൂടുതൽ താല്പര്യം. ലെനിനെയും EMS അങ്ങനെയുള്ള നമ്മൾ ആ നിലയിലാണ് കുട്ടിക്കാലം മുതൽ കേൾക്കുകയും പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ തന്നെയാണ് ഞങ്ങളുടെ. കമ്മ്യൂണിസ്റ്റ് അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നേതാവ്? ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ഒരിക്കലും ആശയം എന്നുള്ളതല്ല, നമ്മൾ അവരുടെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ്. ചില നേതാക്കന്മാർ വരുമ്പോൾ തന്നെ നമ്മൾ പറയില്ല, ഒരു ഓറയാണ് അവരെ കാണുമ്പം. അല്ല, അങ്ങനെയുള്ള ഇപ്പം കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത നേതാവാണല്ലോ നെൽസൺ മണ്ടേല. അങ്ങനെയുള്ള സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളെയാണ് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമാരെയൊക്കെയാണല്ലോ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും അവരെയാണ് കൂടുതൽ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് നേരെ പഴയ നേതാക്കം ബ്രാൻഡിങ്ങിനെ പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുകയും ഇപ്പോൾ ബാക്കി ആരെയും മനസ്സിൽ നിൽക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതു സമൂഹത്തെ കൂടി കണക്കാക്കിക്കൊണ്ട് നിൽക്കുന്ന നേതാക്കന്മാരായിരിക്കും ഭാവിയിൽ ഒരു മൂല്യം ഉണ്ടാവുക. തീർച്ചയായിട്ടും. ഇപ്പം കറൻ്റ്ലി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പിണറായി സഖാവിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ലെങ്കിൽ വിലയിരുത്തുക എന്നുള്ളതല്ല, എങ്ങനെയാണ് മനസ്സിൽ നമുക്ക് തോന്നുമല്ലോ, നമ്മളൊരു ലീഡറിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ഉള്ളത് കൊണ്ടാണ് ഈ ഐക്യത്തോടു കൂടി ഇത് മുന്നോട്ട് പോകുന്നത്. ഒരു ലീഡർ ഇവിടെ ഉണ്ട് എന്നുള്ളത് ആളുകൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് തമ്മിലടിയും പ്രശ്നങ്ങളും ഇല്ല, കുറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ആ ഒരു ലീഡർഷിപ്പ് വരാൻ പറ്റില്ല അപ്പോഴും പറയും. അപ്പോൾ അതൊരു ക്വാളിറ്റിയാണ്. ഈ എല്ലാവരെയും ചേർത്ത് നിർത്തുക, അതിലിപ്പം ഭയം വന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ നമ്മൾ ആക്ഷേപിക്കുമായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു സംഗതി ഇവിടെ ഉണ്ട്. കോളേജിൽ പ്രിൻസിപ്പൽ എന്ന പോലെ തന്നെ അതെ, ഒരു ലീഡർ ഇവിടെ ഉണ്ട്. അതിന് കീഴിലാണ് ഈ സംവിധാനം ചിന്ന ഭിന്നമാകാതെ പോകുന്നത്. ആ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല, എത്ര ക്രൈസിസ് വന്നാലും മുമ്പേ നിൽക്കുകയല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രായത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പല ക്യാമ്പയിനുകളിലും ജില്ലകളിൽ പ്രസംഗിക്കാൻ പോവുകയാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എല്ലാ മണ്ഡലങ്ങളിലേക്കും പോവുകയാണ്. ഇന്നത്തെ കാലത്ത് ഒരു ലീഡറും അങ്ങനെ ചിന്തിക്കാറില്ലല്ലോ. അപ്പോൾ പ്രായവും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് പാർട്ടിക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഗവൺമെൻറ്റിനൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അദ്ദേഹം നേരിട്ട് ഫീൽഡിലേക്ക് വരികയാണ്. അപ്പോൾ അതൊരു ലീഡറിൻ്റെ വലിയ ക്വാളിറ്റിയാണ്. ഇന്നത്തെ ഒരു ലീഡറും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതെ, തീർച്ചയായിട്ടും. ഏത് കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കുന്നു. മുൻപന്തിയിൽ നിന്ന് വാർത്താ സമ്മേളനത്തിന് ചിലപ്പോൾ നെഗറ്റീവായിരിക്കും. ഇപ്പോൾ ചില ക്യാമ്പയിനൊക്കെ എടുക്കുമ്പോൾ നെഗറ്റീവായിരിക്കും. പക്ഷേ ശബരിമല വിഷയം അതേ എല്ലാ ജില്ലയിലും പോയി പ്രസംഗിച്ചു. ഒരു നേതാവും അതിലൊന്നും തൊടാതിരിക്കാനേ നോക്കുള്ളൂ. പക്ഷെ അദ്ദേഹം ചിന്തിച്ചത് നവോത്ഥാനവും മറ്റു കാര്യങ്ങളും പറയാൻ പറ്റിയ ഒരു സന്ദർഭം. അദ്ദേഹം അതിനെ അങ്ങനെ വിനിയോഗിച്ചു. തിരിച്ചടി കിട്ടി. പക്ഷേ നമ്മളൊക്കെ പഠിച്ചു വന്നത് അങ്ങനെയാണ്. ഓരോ കാലത്തെയും തലമുറയ്ക്ക് റോളുണ്ട്. പണ്ടത്തെ തലമുറ അങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണല്ലോ അയിത്തവും അനാചാരങ്ങളും ഒക്കെ ഇല്ലാതായി നമുക്ക് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പറ്റൂ? അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്കും ഒരു റോൾ നിർവഹിക്കാനുണ്ട്. അതിന് പറ്റിയ സന്ദർഭമായിട്ടാണ് അദ്ദേഹം ആ സമയത്തെ വിനിയോഗിച്ചത്. ഇലക്ഷന് തിരിച്ചടി കിട്ടി. പക്ഷേ ആ റോൾ അദ്ദേഹം കൃത്യമായി ചെയ്തു, സധൈര്യം ചെയ്തു. നമുക്കിടയിൽ പോലും കൺഫ്യൂഷൻ ഉള്ളവരുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇറങ്ങി നിന്ന് എല്ലാ ജില്ലകളിലും പോയി പ്രസംഗിച്ചപ്പോൾ അഭിപ്രായത്തിനൊപ്പം നിന്നു. തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ വേട്ടയാടുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് അതിനെല്ലാം അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒക്കെ പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രയാസിപ്പിക്കാൻ നോക്കുമ്പോഴും
അദ്ദേഹം പിടിച്ചേക്കുകയല്ലേ. അപ്പോൾ ഒരു ലീഡറിൻ്റെ ഒരു വലിയ ക്വാളിറ്റിയാണ്. ഇനി ഇന്ത്യയിൽ കേരളം എന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ്? ഇന്ത്യയിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ എങ്ങനെ നോക്കിക്കാണും? അല്ല, തീർച്ചയായിട്ടും ഇപ്പം ഞങ്ങൾ ഇപ്പോൾ നിയമസഭാ അംഗം എന്ന നിലയിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പോയി. മേഘാലയ, പഞ്ചാബ്, ആൻഡമാൻ നിക്കോബാർ, അതുപോലെ തന്നെ ഡൽഹി, അങ്ങനെ പല സംസ്ഥാനങ്ങളിലും നമുക്ക് പോകാനുള്ള അവസരമുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് വലിയ വിലയാണ്. മലയാളി എന്ന് പറയുമ്പോൾ, കേരളത്തിലെ നിയമസഭാ അംഗം എന്ന് പറയുമ്പോൾ അവർ നമുക്ക് തരുന്ന റെപ്യൂട്ടേഷനുണ്ട്. ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ ആളുകളുള്ള നാട്, സാക്ഷരതയുള്ള നാട്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുള്ള നാട്, ഇങ്ങനെയൊക്കെ ഒരു പ്രതീതി കേരളത്തിൽ കുറിച്ച് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലുണ്ട്. ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതുണ്ട്. ഉള്ളതുകൊണ്ടാണ് സമ്മതിക്കാത്തത്. അത് നമ്മുടെ ആളുകളാണ് കേരളത്തെക്കുറിച്ച് അവമതിപ്പ് പറയുന്നത്. മറ്റുള്ളവർക്ക് പൊതുവേ നമ്മളെക്കുറിച്ച് നല്ല മതിപ്പാണ്. ഇപ്പോൾ അടുത്ത സമയത്ത് ഒരു RSSൻ്റെ നേതാവ് ഇവിടെ വന്നല്ലോ. അദ്ദേഹം പറഞ്ഞൊരു കമൻറ്റ് ഞാൻ വായിക്കുകയുണ്ടായി. ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയാൽ കാണുന്ന കാഴ്ചകളല്ല ഇവിടെ വരുമ്പോൾ കാണുന്നത്. ഇവിടുത്തെ പാതയോരങ്ങളിൽ കുടിലുകളും ചേരിയൊന്നും കാണാനില്ല, പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നവരെ കാണാനില്ല. ഇങ്ങനെ ഒരുപാട് കമൻറ്റ് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ കമ്പാരിസൺ കേരളത്തിലുണ്ട്. ഇപ്പം ജാർഖണ്ഡുകാരൻ്റെയും ആസാംകാരൻ്റെയും ബംഗാളിയുടെയും ഗൾഫാണ് കേരളം. അപ്പോൾ ഇതിനൊക്കെ ഒരു ആശയപരമായ തലവുമുണ്ട്. നമ്മൾ സമരം ചെയ്ത് കൂലി വർധനവ് ഉണ്ടാക്കി. ആ കൂലി വർധനവാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയത്. അതുകൊണ്ടാണ് ആ കൂലിയിൽ ആകൃഷ്ടരായി ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സമരം ചെയ്ത് ഉണ്ടാക്കി വെച്ചത് തന്നെയാണ്. കേരളത്തെ കേരളമാക്കുന്നത് ഇത്തരം ചില കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ അതിന് അന്ത്യം വരുത്താനാണ് ഈ പ്രചാരകരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്പർ 1 എന്ന് പറയുമ്പോൾ പലരും അസ്വസ്ഥരാകുകയാണ്. നമ്പർ 1 ആയതുകൊണ്ടല്ലേ നീതി ആയോഗിൻ്റെ കണക്കിലൊക്കെ അങ്ങനെ വരുന്നു. അപ്പോൾ അതിൽ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. അതിൽ ചിലപ്പോൾ അവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അത് ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷേ ആത്യന്തികമായി മാറ്റം കൊണ്ടുവന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളാണ്. 57 EMS മുതൽ ഇന്ന് ഭരിക്കുന്ന പിണറായി വിജയൻ വരെയുള്ള ഗവൺമെൻറ്റുകളുടെ സംഭാവനകൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു 40% അവർക്കും കൊടുത്തു. പക്ഷെ നമ്മൾ നമ്പർ 1 തന്നെയാണ്. അതെ, ഒന്നായാൽ നമ്മൾ നമ്പർ 1 തന്നെയാണ്. ഇനി ഇതിലിപ്പം നമ്മൾ സോഷ്യൽ മീഡിയ പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു മീഡിയ സ്ട്രാറ്റജി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം നല്ല കാര്യങ്ങളെ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്? ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു കോയിന് 2 വശം പോലെയാണ്. ഇപ്പം ഒരേ കാര്യത്തിനെ തെറ്റായിട്ടും ശരിയായിട്ടും ഒക്കെ പറയുന്നുണ്ട്. അപ്പം ആളുകൾക്കും അത് ഭയങ്കര കൺഫ്യൂഷനുള്ള കാര്യമാണ്. അപ്പം എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്? അല്ലെ, സോഷ്യൽ മീഡിയയിലെ പ്രശ്നം നമ്മുടെ ഈ പൊട്ടക്കുളത്തിലെ തവളയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ. മുകളിലോട്ട് നോക്കുമ്പോൾ ഇതാണ് ആകാശം എത്രയുള്ളൂ വട്ടമുള്ളൂ എന്നുള്ളൊരു ധാരണയിലേക്ക് വരും. അത് ഇതിൽ നിൽക്കുന്ന എല്ലാവർക്കും തോന്നാം, എനിക്കും തോന്നാം, എല്ലാവർക്കും തോന്നാം. പക്ഷേ മേൽപ്പരപ്പിൽ ഇതൊന്നും അല്ലല്ലോ കാഴ്ച. അപ്പോൾ ആ ഒരു പ്രശ്നം സോഷ്യൽ മീഡിയക്കകത്തുണ്ട്. കാരണം ഇപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയയിൽ എന്നെ അനുകൂലിക്കുന്ന ആളുകളായിരിക്കും കൂടുതൽ. അപ്പോൾ ഈ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ശരിയാണെന്ന് വിചാരിക്കും. വേറൊരാളുടെ ഇതിൽ അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ പല സംഗതികളെയും വളച്ചൊടിച്ച് പ്രചരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ അടുത്ത സമയത്ത് ഇലക്ഷന് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരമ്മ ഭയങ്കരമായി കേരളത്തെ വിമർശിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അറിയാം, BJPയുടെ സംഗതികൾ കണ്ടിട്ട് പെൻഷൻ കൊടുക്കുന്നത് മുഴുവൻ കേന്ദ്രത്തിൻ്റെ പൈസയല്ലേ, നിങ്ങൾ ദാരിദ്ര്യം ഇല്ലാതാക്കിയത് കേന്ദ്രത്തിൻ്റെ പൈസയല്ലേ, വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കിയത് കേന്ദ്രത്തിൻ്റെ പൈസയല്ലേ, ഇങ്ങനെ പറയുകയാണ്. ഇതെവിടെ നിന്നാണ് വിവരം കിട്ടി? അപ്പം ഞാൻ അമ്മയോട് പഠിപ്പിച്ചു, അങ്ങനെയല്ല അമ്മ, ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ആദ്യമായിട്ട് പൈസ മുടക്കി ഒരു തുറമുഖം നിർമ്മിക്കുന്ന നമ്മളാണ്. അതിൽ ഇത്ര രൂപയെ 534 കോടി രൂപയെ അവർ തരുന്നുള്ളൂ. സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചില മിഥ്യാധാരണകൾ സോഷ്യൽ മീഡിയ വഴി ചില ആളുകളുടെ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഇടപെടലായിരിക്കാം. എങ്കിലും തെറ്റിദ്ധാരണ, വസ്തുതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല, അതാണ് ശരി എന്ന ധാരണയിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അത് മറ്റു പല കാര്യങ്ങളിലും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് മാറണമെങ്കിൽ അവർ മറ്റു പല മീഡിയസിനെ ആശ്രയിക്കണം. പത്രം വായിക്കണം, വാർത്തകൾ കേൾക്കണം. അങ്ങനെ ഒന്നും ഇല്ലാത്ത ആൾ എങ്ങനെ ഇത് മനസ്സിലാക്കും? അപ്പം ഞാൻ കാണുന്നതും വായിക്കുന്നതും മാത്രമാണ് ശരി എന്ന ഒരു മിഥ്യാധാരണയിലേക്ക് അവരങ്ങ് പോകും.
അത് ധാരാളം ഇപ്പൊ സംഭവിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ട് പൊളിറ്റിക്സിനെ ചെറുപ്പം മുതലേ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ലേ? പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഹിസ്റ്ററിയോ ആ ഒരു രീതിയിലല്ല, അതല്ലാതെ ഒരു അവബോധം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കേരളം ഇങ്ങനെ മുന്നോട്ട് പോയത്. പക്ഷെ ഇപ്പം അവരിടപെടുന്ന അവിടെയാണ്. ഇപ്പോൾ ചരിത്രം പുസ്തകങ്ങളിലെ ചില ഭാഗങ്ങൾ മാറ്റുന്നു, പല കാര്യങ്ങളും തെറ്റായി പഠിപ്പിക്കുന്നു. ചില വിമാനം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തിയതെല്ലാം പഴയ ചരിത്രം വെച്ചിട്ട്, പുരാണങ്ങൾ വെച്ചിട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വെച്ച് ഈ ക്യാമ്പയിൻ നടത്തുമ്പോൾ ഉള്ള പരാധീനതയാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളിലേക്ക് മാത്രമേ എത്തുന്നുള്ളൂ. അവിടെയും കൈകടത്തുകയാണ്. നമ്മളിടുന്ന ഒരു കണ്ടന്റ് പണ്ടത്തെ പോലെ ജനകീയമായി എല്ലാവരിലേക്ക് എത്തുന്നില്ല. അത് അവരുടെ ചില അൽഗോരിതം വെച്ചിട്ട് ചില നമ്മുടെ ചില ആളുകളിലേക്ക് മാത്രം എത്തുന്ന പരിമിതപ്പെടുത്തുകയാണ്. പണ്ട് ഫേസ്ബുക്ക് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ മറ്റേ സംഗതി സോഷ്യൽ മീഡിയ തുടങ്ങുന്ന സമയത്ത് ഒരു പരന്ന പ്ലാറ്റ്ഫോമായിരുന്നു, എല്ലാവരിലേക്കും എത്തും. ഇപ്പം അത് എത്തുന്നില്ല. ആ നിശ്ചയിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളറിയാതെ നിശ്ചയിക്കുന്ന ചില ആളുകളിൽ നിന്ന് അത്രയും പേരിലേക്ക് എത്തുന്നുള്ളൂ. പിന്നെ നമ്മൾ പൈസ മുടക്കണം. പൈസ മുടക്കിയ കുറച്ച് പേരിലൂടെ എത്തിക്കും. അപ്പം മുടക്കുന്ന കാശിൻ്റെ വലിപ്പത്തിനനുസരിച്ച് പിന്നെ അതിന് സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും വിവാദങ്ങളോ വൈറലായി പോകുന്ന നില വരണം. അപ്പം നമ്മൾ ഈ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സംഗതികളൊന്നും ആ നിലയിൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് എത്തില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്, കമ്മ്യൂണിസ്റ്റുകാർ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവവിശ്വാസം എന്തുകൊണ്ടാണ് എപ്പോഴും ഒന്ന് മാറ്റി നിർത്തുന്നത്? അല്ല, നമ്മളൊരു സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു പ്രത്യേക ശാസ്ത്രം അതാണ്. ഇപ്പോൾ മാർക്സിനെ കുറിച്ച് സാധാരണഗതിയിൽ പ്രചരിക്കുന്ന ഒരു കാര്യം, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മതവിരുദ്ധനാണ്. പക്ഷെ ആ സെൻറ്റൻസിൽ അതോടൊപ്പം ചേർത്ത് അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, മതം സമൂഹത്തിൻ്റെ ആത്മാവാണ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടൊരു സാധനം എടുത്ത് മതവിരുദ്ധനാക്കി മാറ്റുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമോ മതത്തിനെതിരല്ല. നമ്മൾ എല്ലാവരെയും, മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇതാണ് നമ്മുടെ പോളിസി. ഒരുപക്ഷെ ഇപ്പോൾ BJP-യേക്കാൾ കൂടുതൽ മതവിശ്വാസികളുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലായിരിക്കും. കൊടിയേരി സാഹ ഒരിക്കൽ പറഞ്ഞല്ലോ, ശബരിമല ചെന്നപ്പോൾ സഖാവെ വിളി ഒരുപാട് പേര് വിളിക്കുകയാണ്, സഖാവെ ലാൽസലാം അവിടെ നിന്നിട്ട് വിളിക്കുകയാണ്. അപ്പം മതവിശ്വാസികൾ ഒരുപാട് പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. അവരുടെ വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനോ മറ്റൊരു കാര്യത്തിനോ പാർട്ടി തടസ്സമേ അല്ല. അത് നമ്മളെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിതിനൊക്കെ വിരുദ്ധന്മാരാണ്, ഇതിനെല്ലാം ഇല്ലാതാക്കാൻ നടക്കുന്നവരാണ് എന്ന് പ്രചരിപ്പിച്ച് അത്തരം ആൾക്കാരിൽ നിന്നും നമ്മളെ അകറ്റാൻ അവർ ശ്രമിക്കുന്നു. അത്രയേ ഉള്ളൂ എൻ്റെ മറുപടി. തീർച്ചയായിട്ടും. ഇനി ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഇഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്താണ്? യാത്ര ചെയ്യുക, ഭക്ഷണം കഴിക്കുക, ബുക്ക് വായിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഭക്ഷണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ കൊതിയാവണം എനിക്ക്. അല്ല, യാത്ര ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. പക്ഷേ പൊതുപ്രവർത്തന രംഗത്ത് നമ്മൾ കൂടുതലും മണ്ഡലത്തിലാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. യാത്ര ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ഹോബിയായിരുന്നു. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് നന്നായിട്ട് വായിക്കുമായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും കഴിയാത്തൊരു സ്ഥിതി വന്നിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം അമിത ഉത്സാഹമൊന്നുമില്ല. കൂടുതലും ചോറും അങ്ങനെയുള്ള സംഗതികളാണ് എനിക്കിഷ്ടം. മീൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അമിത ആസക്തിയൊന്നുമില്ല, ഒന്നിനോടുമില്ല. രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ പൊതുപ്രവർത്തനം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. അത് തന്നെയാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഇപ്പോൾ യാത്രയും ഒക്കെ കുറയുന്നത്. കൂടുതലും നമ്മൾ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ MLA എന്ന നിലയിൽ കറങ്ങി നടക്കാമല്ലോ. ആ പദവി വെച്ചിട്ട് അവിടെ പ്രസംഗിക്കാൻ പോവാം, ഇവിടെ ഇതിന് പോവാം, അല്ലെങ്കിൽ വിദേശ പര്യടനത്തിന് പോവാം, ടൂറിന് പോവാം. ഇതൊക്കെ കൊണ്ടുപോകാനൊക്കെ നമുക്ക് ആളുകൾ വരുമല്ലോ, നിന്നു കൊടുത്താൽ മതി. അപ്പം നമ്മളതിനൊന്നും പോകുന്നില്ല. അപ്പം നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യം ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ മുൻഗണന കൊടുക്കുന്നത്. അല്ല, ഞാനിന്ന് വന്ന സമയത്തും ശ്രദ്ധിച്ച കാര്യമാണ്, ഒരുപാട് സാധാരണക്കാരായ ആളുകളാണ് വന്ന് അവരുടെ വിഷമങ്ങൾ പറയുന്നത്. അസുഖമായി റിലേറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടതായിരിക്കാം. ഒരു സാധാരണക്കാരനായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും ഒരു MLA എന്ന് പറയുമ്പോൾ ശരിക്കും ഒരുപാട് പ്രിവിലേജ് ഉള്ള ഒരു കാര്യമല്ലേ, നമ്മുടെ കൊടി വെച്ച കാറിൽ പോവുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അല്ല, അതൊക്കെ കുറച്ച് വർഷത്തേക്കേ ഉള്ളൂ എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്നത്.
ഇപ്പോൾ ജനങ്ങളെ നമ്മൾ ജയിപ്പിച്ചു, നമ്മൾ അവരോടൊപ്പം നിൽക്കുന്നു. നാളെ നമ്മളിതല്ലെങ്കിലും അവർ നമ്മളെ സമീപിക്കും. നമ്മൾ ആ സമയത്ത് ചെയ്ത കാര്യങ്ങൾ അവർക്കൊരു മതിപ്പ് നമുക്ക് തീർച്ചയായിട്ടും തരും. തീർച്ചയായിട്ടും. മറ്റതൊക്കെ നൈമിഷികമായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ നമുക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യാം. അത് നമ്മൾ നേരാവുന്ന സമയത്ത് ഒരു കോട്ടിടില്ലേ, നഗരപിതാവിന്റെ ഒരു ഇത്, അത് ആദ്യമായിട്ട് ഇട്ട സമയത്ത് എന്തായിരുന്നു ഫീല്? വളരെ അഭിമാനവും സന്തോഷമുള്ളൊരു കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തുമെന്ന് പോലും നമ്മുടെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. അപ്പോൾ അന്ന് മേയർ സ്ഥാനാർത്ഥികളായി നിശ്ചയിച്ചിരുന്ന പല ആളുകളും പരാജയപ്പെട്ടു പോയി. അപ്പോൾ എനിക്കെന്ന് അനുകൂലമായത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ ഭൂരിപക്ഷം, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ഒരാൾ അവിടെ ജയിച്ചിട്ടുണ്ട്, ശ്രദ്ധയിലേക്ക് വന്നു. എങ്കിലൊരു പരീക്ഷ നടത്താം എന്നുള്ള നിലയ്ക്കാണ്. സാധാരണഗതിയിൽ ഇത് ചരട് വലിയും മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്നെ തീരുമാനിച്ച ശേഷം വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അതൊരു അപ്രതീക്ഷിതമായിട്ടുള്ള സംഗതിയാണ്. ഗൗൺ ഇടുന്നതും മേയറുടെ കാറിൽ പോകുന്നതും നമ്മളെ സംബന്ധിച്ച് സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു കാര്യം. പിന്നെ അതുകൊണ്ട് ആ ഒരു ഭയത്തോടു കൂടി നമ്മൾ ഇടപെട്ടു. നമ്മൾ ആ കാലയളവിൽ ഒരു കുഴപ്പവും നമ്മുടെ ഭാഗത്ത് നിന്ന് വരാതിരിക്കാൻ ജാഗ്രത കാണിച്ചു. അതുകൊണ്ടാണ് മേയർ സ്ഥാനത്തൊരു, എനിക്ക് ഇപ്പോഴും ആളുകൾ MLA എന്ന് പറയുന്നില്ല, ആദ്യം മേയർ വന്നു പറയാം. അപ്പൊ അന്നുണ്ടാക്കിയ ഒരു ഇംപ്രഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. തീർച്ചയായിട്ടും. ഫാമിലി എങ്ങനെയാ? കാരണം ഫാമിലിക്ക് പറഞ്ഞ പോലെ പൊതുപ്രവർത്തനത്തിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യമായിട്ടൊരു സ്ഥാനം അലങ്കരിക്കുന്ന സമയത്ത് അല്ല, ആ ഒരു അത് പ്രധാനമായിട്ടും ഇതൊക്കെയാണല്ലോ, ഈ സംഘർഷം, വീട് കയറി ആക്രമിക്കാൻ വരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് ഭയം ഉണ്ടാവും. അത് മാറുന്നത് നമ്മളൊരു ജനകീയ മെമ്പർ ആവുന്നു, ആളുകൾ നമ്മൾ അംഗീകരിക്കുന്നു, അത് കഴിഞ്ഞ് മേയറാവുന്നു. അത് സ്വാഭാവികമായിട്ടും ഇത്രയും ജനങ്ങളെ കൺവിൻസ് ചെയ്ത്, അതുപോലെ ഫാമിലിനെ അങ്ങോട്ട് കൺവിൻസ് ചെയ്യണം ആദ്യം. അതെ, അവരിപ്പം ഭാര്യ പൊതുപ്രവർത്തകയുടെ മകളാണ്. അതെ, ഭാര്യയുടെ അച്ഛൻ അമ്മയച്ഛൻ അദ്ദേഹം കൗൺസിലറായിരുന്നു. പിന്നെ അതുമായിട്ട് ഒരു താതാത്മ്യം പ്രാപിച്ചു പോകാൻ കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ട് യൂസ്ഡ് ആയിട്ടുണ്ട്. മക്കളിപ്പം മകള് ആലിയ +1 വിദ്യാർത്ഥിയാണ്. രണ്ടാമത്തെ ആള് മകനാണ് ആര്യൻ, 4ാം ക്ലാസ് വിദ്യാർത്ഥി. 4ാം ക്ലാസ് +1 പഠിക്കുന്ന ഒരു മകളുള്ള ആള് എങ്ങനെ യങ്ങായിട്ട് ഇരിക്കാൻ പറ്റുന്നുള്ള. 28ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. 28 അത്ര വലിയ പ്രായമല്ല. അതായത് നമ്മൾ പറയില്ലേ 22ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞ പോലെ നേരത്തെ കല്യാണം കഴിച്ച പോലെയാണ്. 28-ലല്ലേ? അതൊരു പ്രശ്നം. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? ഇതിനിടയ്ക്ക് എവിടെയാ പ്രേമിക്കാനായിട്ടൊരു സമയമല്ലേ? സമയമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മള് ഒരു ചെയർമാനായിരിക്കുമ്പോൾ നമ്മൾ അതിനൊന്നും നേതൃത്വം കൊടുത്തിട്ടില്ല. അങ്ങനെ മോഡലായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അല്ല, സ്വാഭാവികമായിട്ടും കോളേജിലൊക്കെ നന്നായി പ്രസംഗിക്കാന്നൊക്കെ പറയുന്ന സമയത്ത് ഫാൻ ബേസ് ഉണ്ടാവുമല്ലോ. അല്ല, അതുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മളിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ മോഡലായിരിക്കാൻ ശ്രമിക്കുക. അന്ന് വിദ്യാർത്ഥി നേതാവായിരിക്കുമ്പോഴും നമ്മൾ മദ്യപിച്ചിട്ടില്ല, പ്രേമിക്കാൻ പോയിട്ടില്ല, മറ്റ് കൂട്ടുകെട്ടി പോയിട്ടില്ല. അതെനിക്ക് പറയാൻ പറ്റും. അതെ, ഇത് പ്രത്യേകം ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അതെ. അപ്പം നമ്മളെ മനസ്സിലതാണ്, നമ്മൾ ഇവിടുത്തെ SFIയുടെ ലീഡറാണ്, യൂണിയന്റെ ലീഡറാണ്, നമ്മളെക്കുറിച്ച് ആരും കുറ്റം പറയരുത്. അതെ, ലീഡർ ആവുന്ന സമയത്ത് മറ്റുള്ളവർക്ക് കുറ്റം പറയാൻ ഇടം കൊടുക്കരുത്. നായകനായിരിക്കണം. അത് അന്നും പാലിച്ചിട്ടുണ്ട്, ഇന്നും പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വരുന്ന ഓരോ നേതാക്കളെയും ശരിക്കും തിരഞ്ഞെടുക്കുന്നത് ഇതുപോലെയാണ്. വളരെ നല്ലതായിരിക്കണം, ഏറ്റവും പ്യൂറസ്റ്റ് ലീഡറിനെയാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അതിനൊരു പ്രോസസ്സ് ഉണ്ട്. അതിപ്പോൾ ഇല്ലാതായി വരുന്നു. അതാണ് ഇപ്പോഴുണ്ടാകുന്ന ചില ഇഷ്യൂസിന് കാരണം. ഇപ്പം എല്ലാവരും സ്ഥാനങ്ങൾ അത് കിട്ടുമ്പോൾ എനിക്കെതിരെ ആ സമയത്തൊന്ന് ഷൈൻ ചെയ്യണം, അതും ആ ചിന്തയിൽ വരുന്നു. അപ്പോൾ കിട്ടുന്ന സ്ഥാനത്ത് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ ബാക്കിയെല്ലാം കുഴപ്പത്തിലാവും. കാരണം ഈ സ്ഥാനത്തിരിക്കുന്ന ആളുകളോട് അടുപ്പം കൂടാനും പല കാര്യങ്ങൾ ചെയ്തു തരാനും ഒക്കെ ആൾ വരും. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് നമ്മൾ നിൽക്കണം. പിണക്കണ്ട, പക്ഷെ ഒരു ഗ്യാപ്പ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ കുഴപ്പത്തിലാവും. കൂടെ നിൽക്കുന്നവരുടെ അടുത്താണെങ്കിലും തെറ്റെന്ത് ശരി എന്തെന്ന് പറയണം, അല്ലേ? അതെ, അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നാൽ തിരുത്തുകയും വേണം. ചില പരിപാടികൾക്കൊന്നും ഞാൻ വിളിക്കുമ്പോൾ പോവാറില്ല. ഇപ്പോൾ ഫിനാൻസ് കമ്പനി അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സംഗതികളൊന്നും ഞാൻ പോവാറില്ല. അവരോട് സമയമില്ലെന്നോ എന്തെങ്കിലും പറഞ്ഞാൽ ഒഴിയും. അതേതൊക്കെ ലിസ്റ്റ്? ഫിനാൻസ് കമ്പനി
അങ്ങനെ പല ലിസ്റ്റും ഉണ്ട്. പല ലിസ്റ്റും ഉണ്ട്. അതെ, അതിപ്പോ അതിൽ ഈ പറഞ്ഞ പോലെ അല്ലേ, റിസ്ക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഒരാൾ വന്ന് ഇനോഗ്രേഷൻ നടത്തുന്ന സമയത്ത് അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ. അതെ, നമ്മൾ പരമാവധി ജാഗ്രത പാലിക്കും. ചിലപ്പോൾ ചെന്നപ്പെട്ടു പോകും. ഇപ്പം ഞാൻ എൻ്റെ അടുത്തൊരു പരാതി വന്നു, ഒരു ഫിനാൻസ് കമ്പനി തകർന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി അവരെ ആദരിക്കുന്ന ഒരു ചിത്രം കാണിച്ചിട്ടാണ് അവരെ ക്യാമ്പയിൻ ചെയ്ത് അവരുടെ ഡിപ്പോസിറ്റ് അവിടെ കൊണ്ടുവന്നതെന്നാണ് പരാതി. അപ്പോൾ അത് എന്നെ മാത്രമല്ല, രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഈ ചിത്രങ്ങൾ ഉപയോഗപ്പെടുത്തി ഇപ്പോൾ ഇവിടെയൊക്കെ ഇരട്ടി സംഗതി ഉണ്ടല്ലോ, എന്താ പറയുക, പാതി വില സ്കൂട്ടർ അതെ എന്നൊക്കെ പറയുന്ന സംഗതികളില്ലേ. അപ്പോൾ അതിൽ പൊതുപ്രവർത്തകരെയൊക്കെ അങ്ങോട്ട് വിളിച്ച് ആദരിക്കുകയും ഒക്കെ ചെയ്തിട്ട് അതിനെ വെച്ച് മാർക്കറ്റ് ചെയ്യും. ഇത് ഇന്ന ആൾ വന്ന പരിപാടിയാണ്, ഇന്ന മന്ത്രി വന്ന പരിപാടിയാണ്, ഒരു വിശ്വാസ്യത ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പം നമ്മൾ അത്തരക്കാരെ ഒന്ന് ശ്രദ്ധിച്ചു പോകണം. ചിലപ്പോൾ ചെന്ന് വീണ്ടും കൊടുക്കും. അല്ല, ശരിക്കും അപ്പം റിസ്ക് ആണല്ലേ. കാരണം പോയി കഴിഞ്ഞ് അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അത് നമുക്ക് പേര് വരും, പോയില്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള പേര് വരും. ഇപ്പൊ ചില സ്ഥാപനങ്ങളൊക്കെ ചില ആൾക്കാരെ ആദരിക്കാൻ വേണ്ടി നമ്മൾ വിളിക്കും. അവരാദരിക്കുന്നത് അവരെ സഹായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികം മുടക്കിയത് കൊണ്ടോ ഒക്കെ ആയിരിക്കും. നമ്മൾ പോയി ആദരിച്ചു കൊടുക്കും. അതിൽ കുഴപ്പക്കാരൊക്കെ വന്നേക്കാം. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അല്ല, അപ്പോൾ ഇത് എല്ലാവർക്കുള്ള മുന്നറിയിപ്പാണ്. നിങ്ങൾ മന്ത്രിയും അല്ലെങ്കിൽ മേയറും MLA ഒക്കെ വന്ന് ആദരിച്ചു എന്ന വിശ്വാസത്തിൽ എവിടെയും പോയി ചാടരുത്. അത്രേ ഉള്ളൂ. അടുത്ത സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ ഫോണിൽ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ MLA പരിചയം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കടം കൊടുത്തത്. MLA തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടല്ലോ, ഇന്ന ആളിനെ MLAയുടെ പേര് പറഞ്ഞ് വന്നിട്ടുണ്ട്, അറിയാമോ എന്ന് വിളിച്ച് ചോദിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുരുക്കുകളിൽ ചെന്ന് ചാടാൻ ചില ആളുകൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. MLAനെ വെച്ചിട്ട് വരെ പറ്റിച്ചു. അത് സംഭവിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. നല്ല ജാഗ്രതയോടുകൂടി പോയില്ലെങ്കിൽ നമ്മളെ എല്ലായ്പ്പോഴും കുരുക്കി വീഴും. എന്നോട് മേയറായപ്പോൾ അവിടെ നിന്ന ഒരു ദഫേദാർ എന്നോട് പറഞ്ഞു, ഈ ഓഫീസിന്റെ ചുവരുകൾക്ക് പോലും കാതുണ്ട് കേട്ടോ സാറേ, അതുകൊണ്ട് സാറൊന്ന് ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം അതിനകത്തുണ്ട്. അതെ, അല്ല അത് ശ്രദ്ധിക്കേണ്ടതാണ്. പറഞ്ഞ പോലെ രസകരമായിട്ടുള്ള വേറെ ഏതെങ്കിലും അനുഭവങ്ങളുണ്ടോ നമ്മുടെ ഈ ഒരു മേയർ MLA പൊതുപ്രവർത്തന കാലഘട്ടങ്ങളില്? പെട്ടെന്ന് ഞാനോ എന്ന് ചോദിക്കില്ലേ ചിലതൊക്കെ? അല്ല, അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ട്. ഇപ്പോൾ മേയർ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അന്ന് കോർപ്പറേഷനിലൊരു സെൻഡ് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ദഫേദാറും മറ്റു പല ആളുകളും ഒക്കെ കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു ചിത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഓഫീസിൽ സ്ഥിരമായി വരുന്ന ചില ആളുകളുണ്ട്, ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ. അങ്ങനെയുള്ള നിരവധി ആളുകൾ നമ്മുടെ ഓഫീസിൽ വരും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് അവരവിടെ ഇരുത്തും. നമുക്കറിയാം വരുന്നത് അതിൽ കൂട്ടത്തിലുള്ള ഒരാളാണ്. എല്ലാ ദിവസവും അപേക്ഷ കൊണ്ടുവരും. അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൽ ഡൈനാമിറ്റ് വെച്ചിരിക്കുകയാണ്, അതിൻ്റെ റിമോട്ട് മറ്റേ ആളുടെ കയ്യിരിക്കുകയാണ്, അയാളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യണം, അതാണ് അയാളുടെ ഡിമാൻഡ്. അപ്പോൾ അപേക്ഷ വരുമ്പോൾ ഞാനത് എടുത്തിട്ട് നെസസറി ആക്ഷൻ എന്ന് എഴുതും, ഒപ്പിടും. അദ്ദേഹത്തിന് എത്ര മതി, മേയർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ റെഡിയായി. അപ്പോൾ അദ്ദേഹം പോകും. അത് മെഡിസിൻ പോലെയാണ്. അതെ 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 അതെ. അപ്പൊ അദ്ദേഹത്തിന് പിറ്റേന്ന് വരെ ഉള്ളത് ആ മെഡിസിൻ അത് മതി. പിറ്റേന്ന് വീണ്ടും അടുത്ത അപേക്ഷയായിട്ട് വരും. ആ ഡൈനാമിറ്റ് വീണ്ടും സൈറൺ മുഴക്കും. അപ്പൊ നമ്മൾ വീണ്ടും എഴുതും ടേക്ക് നെസസറി ആക്ഷൻ. അല്ലെ, നമ്മൾ മനസ്സിലാക്കുന്നിടത്താണല്ലോ ശരിക്കും. അപ്പൊ അങ്ങനെയുള്ള നിരവധി ആളുകൾ വരുന്നുണ്ട്. സൗഹൃദങ്ങൾ എങ്ങനെയൊക്കെയാണ്? MLA ആവുന്ന സമയത്ത് കുറെ ആളുകൾ വരുമല്ലോ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, നിരവധി ചെറുപ്പക്കാരും ഒക്കെ അന്ന് മേയറായിരിക്കുമ്പോൾ ഉണ്ടാക്കിയതാണ് ഗ്രീൻ ആർമി, ഇപ്പോഴ് വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ്. ഇങ്ങനെയൊക്കെയുള്ള നിരവധി സംഗതികളുണ്ട്. മേയറായിരിക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരു നല്ല ടീമുണ്ടായിരുന്നു. ഇപ്പം മേയർ എടുക്കുന്ന പല കാര്യങ്ങളും ഇവരുടെ കൂടി അഭിപ്രായം വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനുള്ള എത്രയോ കാര്യങ്ങളുണ്ട്, നമുക്ക് അറിഞ്ഞാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഈ ടീമിൻ്റെ ഒപ്പീനിയൻ വെച്ചിട്ടാണ് നമ്മൾ പലതും നടപ്പാക്കുന്നത്. ക്രെഡിറ്റ് നമുക്ക് തന്നെ. അല്ല, അവരെ ചേർത്ത് നിർത്തുന്നത് തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റുന്നവരുള്ളത് കൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്. ട്രിവാൻഡ്രത്തിന് പുതിയൊരു ഫേസ് നൽകിയ ഒരാളാണ്.
എന്ന് വിശ്വസിക്കാം. അല്ല ന്യൂജൻ പിള്ളേരെ കൊണ്ട് ആ ഫേസ് മാറ്റിക്കാന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ലല്ലോ. അതെ, അപ്പൊ അങ്ങനെ ഒരു നല്ല ടീം വർക്ക് ഉണ്ടായിരുന്നു. ഈ സൗഹൃദങ്ങൾ തന്നെയാണ് അതിന്റെ ഇടയാക്കിയത്. അവര് സ്ഥാനമില്ലെങ്കിലും ഇപ്പോഴും കൂടെ ഉണ്ട്. മേയർ മാറി ഇപ്പുറത്ത് പേര് വരുമ്പോൾ അവരും കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയ സുഹൃദ്വലയം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോഴും കോൺഫിഡൻ്റ് ആണ്. എന്തെല്ലാം വഴി പോയാലും ഞാൻ നിൽക്കും. അതെ, സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നല്ല ആക്റ്റീവ് ആണോ? ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തിരിച്ചു വരണം എന്നാണ് എന്റെ അഭിപ്രായം. MLA ബ്രോ ആയിട്ട് വരണം. അങ്ങനെയല്ല, ഒരു MLA ബ്രോ ആയിട്ട് വരണം എന്നുള്ളതാണ്. യുവത്വത്തിനെയും കൂടെ കൂട്ടിയിട്ട് അതിനൊട്ടും കുറവില്ല. നമ്മളിപ്പോ സെയിം അതാണ് പറഞ്ഞത്, യൂത്ത് ടീം കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വട്ടിയൂർ കാവ് ഫെസ്റ്റ് അപ്പോൾ അതിൻ്റെ 3rd എഡിഷൻ നമ്മൾ ഈ ജനുവരി ലാസ്റ്റ് നടത്താൻ പോവുക. അപ്പോൾ എല്ലാ നിലയിലും ഉണ്ട്. അത് സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും മറ്റു പല കാര്യങ്ങളായാലും. ഇപ്പോൾ നമ്മൾ വൈബ് കോസ് എന്ന് പറയുന്ന യുവജന സഹകരണ സംഘം വട്ടിയൂർക്കാവിലുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വട്ടിയൂർക്കാവിൽ നിന്ന് മറ്റുള്ളവർക്കൊരു പ്രചോദനം കൂടെ നൽകണം. എല്ലാ നാട്ടിലെയും യുവാക്കള് എല്ലാവരും തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലോട്ട് വരണം, രാഷ്ട്രബോധത്തിലോട്ട് വരണം എന്നുള്ളതിനൊരു എക്സാമ്പിളായിട്ട് തന്നെ നിലനിൽക്കട്ടെ. ഇപ്പം ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യൂത്ത് മത്സരിച്ചിട്ടുള്ളൊരു ഇലക്ഷൻ ആയിരിക്കും ഇത്തവണ. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ യൂത്ത് എന്ന് പറയുമ്പം എക്സ്പീരിയൻസ് മാറ്റേഴ്സാണ്. അതേസമയം 21-ാം വയസ്സിൽ മെമ്പറായിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്. എങ്ങനെയാണ് അതിനെ ബ്രിഡ്ജ് ചെയ്യുന്നത്? അല്ല, അതാണ് ഇപ്പോൾ ചെറുപ്പക്കാർക്ക് അവസരം കിട്ടുമ്പോൾ അവർ പരമാവധി അതിനെ പ്രയോജനപ്പെടുത്തണം. ഇപ്പോൾ പുതിയ ആളുകൾക്ക് അവസരം കിട്ടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എൻജോയ്മെൻറ്റ് മോഡിലേക്ക് മാറിപ്പോയാൽ കൈവിട്ടു പോകും. അപ്പോൾ അത് ഭാവിയിൽ നമുക്കൊരു അക്സെപ്റ്റൻസ്, സ്വീകാര്യത ഉണ്ടാക്കാനുള്ള ചവിട്ടുപടിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ബോധ്യം ഉണ്ടാവണം. അങ്ങനെ ബോധ്യമുള്ളത് കൊണ്ടാണ് മേയർ സ്ഥാനത്ത് നല്ല പേരോടുകൂടി ഇറങ്ങാൻ എനിക്ക് കഴിഞ്ഞത്. ആ ബോധ്യത്തിൽ വരണം. അപ്പോൾ ചെറുപ്പക്കാർക്ക് കിട്ടുന്ന അവസരം ആ നിലയിൽ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ പുതിയ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, അവർക്ക് ഒരു സ്ഥാനം ഏത് പാർട്ടിയായാലും തരികയാണ്. നമ്മളതുവരെ ആർക്കറിഞ്ഞൂടല്ലോ. VK പ്രശാന്തിനെ മേയറാവുന്നതിനും പറഞ്ഞെങ്കിലും അറിയാം. അപ്പോൾ ഒരു സ്ഥാനം നമുക്ക് തന്നു. അപ്പോൾ അതിനെ വളരെ പോസിറ്റീവായി കൈകാര്യം ചെയ്ത് നമ്മൾ തന്നവർക്കും തന്ന പ്രസ്ഥാനത്തിനും ഒക്കെ ഗുണകരമാകുന്ന നിലയിൽ നമ്മുടെ പെരുമാറ്റത്തിലും ഇടപെടലിലും എല്ലാത്തിലും ആ ഒരു മാന്യത കീപ്പ് ചെയ്ത് പോകാൻ ശ്രമിക്കണം, ഏത് പാർട്ടിയായാലും. അതാണ് എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം. മറ്റൊന്ന്, ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ വരും. അമ്പിളി മാമനെ പിടിച്ചേരണമെന്ന് ഒരാൾ പറയും. അപ്പോൾ അതിൽ ഒരു പ്രയോറിറ്റി നിശ്ചയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള സംഗതികൾ വെച്ചുകൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുക, മറ്റത് എന്തുകൊണ്ട് ചെയ്തു തരാൻ പറ്റിയില്ല എന്നവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്യണമെന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ വരുന്നു. അപ്പോൾ അവരുടെ ഭർത്താക്കന്മാരാണ് പലയിടത്തും പഠിക്കുന്നത്. അപ്പോൾ അതിനൊന്നും നിൽക്കരുത്. നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിന് ഭർത്താവിൻ്റെയോ കുടുംബക്കാരുടെയോ സഹായമൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളത് ഇടപെടാൻ ശ്രമിക്കുക, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, കോൺഫിഡൻറ്റോടുകൂടി മുന്നോട്ട് പോവുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതെ, നിങ്ങൾ മെമ്പറായാൽ നിങ്ങൾ ഭരിക്കണം, നിങ്ങൾ വേണം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ. അതുകൊണ്ട് മറ്റുള്ളവർ ഇടപെടുമ്പോൾ അതിനകത്ത് മറ്റു പല കുഴപ്പങ്ങളും വരും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടികളൊക്കെ അവർക്ക് കപ്പാസിറ്റി ഉള്ളവരാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അവരുടെ ബാക്കിൽ നിന്നും ഭരിക്കാൻ അവസരം കൊടുക്കേണ്ട കാര്യമില്ല. അവർ തന്നെ അത് കൈകാര്യം ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകുക, അത്രേ ഉള്ളൂ. മേയർ ബ്രോയുടെ ഇതിനും വലിയൊരു ഉപദേശം ഒരാൾക്കും കിട്ടാനില്ല. എനിവേസ്, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇത് പറയുന്നത് പോലെ മേയർ ബ്രോ അല്ല MLA ബ്രോ ആയിട്ട് എല്ലാവർക്കും ഒരു വലിയൊരു മാതൃകയായി തന്നെ വരട്ടെ. എസ്പെഷ്യലി യൂത്തിനെ എങ്ങനെ ഉപയോഗിക്കാം, എത്രത്തോളം രാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുവരാം, ഒരു ഇലക്ഷനിലൂടെ അല്ല ഞാൻ പറഞ്ഞത്, പൊതുപ്രവർത്തനത്തിലോട്ട് എത്രത്തോളം കൊണ്ടുവരാം എന്നുള്ളതൊക്കെ കാണിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഇനിയും അതുപോലെ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ശാസ്തമംഗലം ടോയ് ആൻഡ് മോയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ MLA ഓഫീസിൻ്റെ തൊട്ടിപ്പുറത്താണ് ടോയ് ആൻഡ് മോയ്. പിന്നെ നല്ല സർവീസൊക്കെയാണ്. അവനിങ്ങനെ വന്ന് കാപ്പിയൊക്കെ തന്നു, നല്ല നല്ല സൂപ്പർ കാപ്പി. അപ്പം നല്ലൊരു ഈവനിങ് നമുക്ക് സമ്മാനിച്ചു. താങ്ക് യുടാ.